കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ജോയ്സ് TV എന്ന ഈ ടെസ്റ്റ്മെന്റ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നുവെന്നും കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും കാരണമായി തീരുന്നുവെന്ന് പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അതിയായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവന് വേണ്ടി ഒരുങ്ങുവാൻ അതേ കർത്താവ് പിന്നെയും നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകലിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് പകലിൽ ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് പ്രിയ രമ്യാദേവിയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമോളൊരു BSc നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. തൻ്റെ ജീവിതാനുഭവം കേൾവിക്കാരാകുന്ന ദൈവമക്കൾക്ക്, യൗവനക്കാർക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ പ്രിയ രമ്യയെ ഞങ്ങൾ ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് മോളെ. പ്രൈസ് ദി ലോർഡ് അങ്കിളേ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു ദൈവകൃപയാല്. ഓക്കെ. എക്സാം കഴിഞ്ഞിപ്പം വെക്കേഷൻ അല്ലേ? വീട്ടിലുണ്ട്? ഇപ്പൊ വീട്ടിലുണ്ട്. എന്റെ 5th സെമ്മിന്റെ എക്സാം കഴിഞ്ഞു, 3rd ഇയർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മോടെ ആ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പൈതലുമായി ദൈവസ്ഥലിരിക്കുവാൻ ദൈവം ഒരു അവസരം തന്നതിനായിട്ട് സ്തോത്രം. പ്രിയ രമ്യയുടെ സാക്ഷ്യം കേൾവിക്കാരാകുന്ന പ്രിയപ്പെട്ടവർക്ക്, വിശേഷ യുവജനങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായി തീരണമേ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിലേക്ക് അടുക്കുന്നതിന് കാരണമായി തീരണമേ ഈ സാക്ഷ്യം. സിസ്റ്റത്തെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ. തുടർന്നുള്ള സമയങ്ങൾ രമ്യയുടെ സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആന്റിക്കും അങ്കിളിനും എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് അങ്കിൾ ഓൾറെഡി പറഞ്ഞു, രമ്യാദേവി. പേര് കേൾക്കുമ്പോഴേ അറിയാം ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ദൈവത്തെ അറിയാനിടയായത്. സങ്കീർത്തനം 139 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നീയല്ല എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരം അതിശയമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആ വാക്യം അപ്രകാരം തന്നെയാണ് ദൈവം എന്നെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. ഞാൻ ഹിന്ദുവില് ജനിച്ചു. പക്ഷെ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് എന്റെ യേശുവിനെ അറിയാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ആദ്യം അമ്മയാണ് യേശുവിനെ അറിയുന്നത്. അമ്മയുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ട് ബോംബെയിലായിരുന്നു. അവിടെ വെച്ച് അമ്മയ്ക്ക് മാരേജ് കഴിഞ്ഞിട്ട് ഒരു 7 years കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഹിന്ദു രീതിയിൽ അതിന്റെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ടൈമില് എന്റെ അമ്മ വീട്ടില് വെറുതെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മേനെ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആന്റിയുടെ അടുത്ത് കൊണ്ടുവിട്ടു. അപ്പം ആന്റി മലയാളിയാണ്, ആന്റി വിശ്വാസിയാണ്, ആന്റി കാത്തലിക് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പം ഈ ആന്റി എന്നും രാവിലെ ക്ലാസ്സില് ജീസസിന്റെ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ എന്നും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോഴത്തേക്കിന് അമ്മ പിന്നീട് ആ സോങ്സ് ഇങ്ങനെ മൂളിപ്പാട്ട് പോലെ ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആന്റി അമ്മയോട് ചോദിച്ചു, ആന്റിയുടെ പേര് ശോശമ്മ എന്നാണ്. അപ്പൊ ആന്റി അമ്മയോട് ചോദിച്ചു, ഗിരിജയ്ക്ക് യേശുവിനെ ഇഷ്ടമാണോ, യേശുവിന്റെ പാട്ടൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഇഷ്ടമാ, എല്ലാവർക്കും യേശുവിന്റെ പാട്ടും ഇഷ്ടമാണല്ലോ, അപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി അവിടെ മുതൽ അമ്മയോട് സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ വചനം പറയും, യേശുവിനെ പറ്റിയൊക്കെ പറയുവാനായിട്ട് ഇടയായി. പക്ഷെ എന്റെ അപ്പായ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആന്റി വീട്ടിൽ വരുന്നതൊക്കെ ഇഷ്ടം, പക്ഷെ വചനം പറയുന്നതും സുവിശേഷം പറയുന്നതൊന്നും ഇഷ്ടമല്ല. ആന്റിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഇങ്ങോട്ട് വരണ്ടെന്ന്. പക്ഷെ ആന്റി ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അതൊക്കെ ക്ഷമിച്ച് പിന്നെയും വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ
ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ അമ്മ ഈ അടുക്കള കയറുന്നതിന് മുന്നേ, കിച്ചണിൽ കയറുന്നതിന് മുന്നേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറത്തുള്ളൂ. അങ്ങനെ രാവിലെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റി ഭവനത്ത് വന്നു. ഭവനത്ത് വന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഓരോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആന്റി അമ്മയോട് ചോദിച്ചു, ഈ പൂജയെല്ലാം കഴിഞ്ഞ് അമ്മ ഇറങ്ങിയപ്പോ അമ്മയോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ ചോദിച്ചു. അപ്പൊ അമ്മ ഈ വെള്ളിയാഴ്ച വ്രതമൊക്കെ എടുക്കുമായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാന്ന് അമ്മ പറഞ്ഞു. അപ്പം ആന്റി പറഞ്ഞു, പിന്നെ ഈ ഫോട്ടോയിലോ അല്ലെങ്കിൽ കല്ലിലോ മണ്ണിലോ ഒന്നും ദൈവം വസിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്ന് ആന്റി പറയാനിടെ. ഈ ഫോട്ടോയിലും ഈ ഭിത്തിയിലൊന്നും ദൈവം വസിക്കുന്നില്ല, ദൈവം നമ്മുടെ ഹൃദയത്തിലാണ്. പിന്നെ ദൈവം നമുക്ക് പകൽ പാടാനും സൂര്യനും രാത്രി പാടാനും ചന്ദ്രനും നിർമ്മിച്ചു. അപ്പൊ ഇത്രയും വലിയ പ്രകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം പ്രകാശമോ, അപ്പം ആ പ്രകാശത്തിന്റെ മുന്നിൽ നമ്മളൊരു ചെറിയൊരു മെഴുകുതിരിയോ ഒരു നിലവിളക്കോ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവം നമ്മുടെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നമ്മളൊരു പ്രകാശമായിട്ട് തീരും. ഇങ്ങനെയൊക്കെ അമ്മയോട് ആന്റി പറയാനിടെ. അന്നേരം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വിഷമം തോന്നി. കാരണം ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു വിഷമം വരും. അത് തെറ്റാന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും വിഷമം ഉണ്ടാവും. അങ്ങനെ അമ്മയ്ക്കും ഉള്ളിൽ ഒരു വിഷമം തോന്നിച്ചു. പക്ഷെ അമ്മ ആന്റിയോട് അതൊന്നും കാണിച്ചില്ല. ആന്റി പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഭവനത്തിലോട്ട് പോയി. അങ്ങനെ പിന്നീട് അമ്മ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആന്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും അമ്മ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു ചിന്തയൊക്കെ ദൈവം അമ്മയുടെ മനസ്സിൽ കൊണ്ട് തോന്നിപ്പിച്ചതായിരിക്കും. അങ്ങനെ അമ്മ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. പിന്നീട് അമ്മ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കിന് അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ആന്റി പറഞ്ഞ പോലെ തന്നെ അതിന് കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല, കൈകൊണ്ട് സ്പർശിക്കുന്നില്ല. നമ്മള് അങ്ങോട്ട് പറയുന്നതിന് തിരിച്ച് നമുക്ക് ഒരു റെസ്പോൺസും അതിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ അമ്മ അവിടെ മുതൽ യേശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിനോട് ചെറിയൊരു വിശ്വാസം സ്നേഹം ഒക്കെ വരാനായിട്ട് തുടങ്ങി. പിന്നെ എന്റെ അപ്പ അറിയാതെ ആന്റിയുടെ കൂടെ പ്രേയറിന് പോകാനായിട്ടൊക്കെ ഇടയായി. ലാസ്റ്റ് പിന്നെ അപ്പ ഒത്തിരി സ്ട്രിക്റ്റ് ആയി. ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഭയങ്കര തടസ്സമായിരുന്നു. പിന്നെ അമ്മ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അന്നേരം അമ്മയ്ക്ക് ഒന്നുകൂടി യേശുവിനോടൊരു വിശ്വാസം വന്നു. കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഉണ്ടായത്. അപ്പൊ കുറച്ചുകൂടി ദൈവത്തോടുള്ള ഒരു വിശ്വാസം കൂടി. പക്ഷെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു രക്ഷയുടെ അനുഭവമോ മാനസാന്തരമോ ഒന്നും ഉള്ളി വന്നിട്ടില്ലായിരുന്നു. യേശുവിനെ ഇഷ്ടമാണ്, ജസ്റ്റ് പ്രാർത്ഥിക്കും, അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു 10 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നേ. അപ്പോ നാട്ടിലോട്ട് വരുന്ന സമയത്ത് എല്ലാ വട്ടവും ഞങ്ങള് ട്രെയിനായിരുന്നു വരുന്നത്. പക്ഷെ അന്ന് അപ്പ ബസ്സിന് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങള് എറണാകുളത്ത് ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിന് വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പം അമ്മയെ കുറെ നാളായി അമ്മയുടെ ബ്രദർ കണ്ടിട്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സഹോദരന് റെയിൽവേ സ്റ്റേഷനിൽ, ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ബോംബെയിലെ ട്രെയിൻ വന്നപ്പോഴും അതിനകത്ത് ഞങ്ങളെ ഇല്ല. അപ്പൊ ഞങ്ങളെ കാണാനിട്ട് വീട്ടിൽ വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഞങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിന് ഒരു ഓട്ടോ വിളിച്ച് അമ്മയുടെ അനീത്തിയെയും കുഞ്ഞിനെയും ഒക്കെ ആയിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മുളക്കഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് വന്ന് ഓട്ടോയിൽ ഇടിച്ചു. അപ്പം അമ്മയുടെ അനീത്തിയുടെ തലയൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ പൊളർന്നു. കുഞ്ഞിന്റെ തല ഇങ്ങനെ വിണ്ടു കീറി അതേപോലെ വന്നിട്ട് ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ മാമന് അല്ലാതെ കുഴപ്പമൊന്നും കാണാനില്ല. കാണുമ്പോൾ ഒരു വിഷയമില്ല, ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം ആൾക്കാർ വിചാരിച്ചു സീരിയസ് ആയിട്ട് ഇരിക്കുന്നത് ഈ ആന്റിയും കുഞ്ഞും. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. മാമനെ കൊണ്ടുപോയി. പക്ഷെ മാമനാണെങ്കിൽ മൂക്കിൽ കൂടെ അല്ല ബ്രീത്തിങ് ചെയ്യുന്നത്, തൊണ്ടയിൽ കൂടി അവിടെ ട്യൂബ് ഇട്ടിട്ട് ആ വഴിയായിരുന്നു ബ്രീത്തിങ്. അപ്പം അത് ഡോക്ടേഴ്സിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മാമൻ അപ്പൊ തന്നെ പെട്ടെന്ന് മരിക്കാനിടയായി. അപ്പൊ അമ്മ കുറെ നാളുകൂടി അമ്മയുടെ ബ്രദറിനെ കാണാൻ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് ബ്രദറിന്റെ ഡെഡ് ബോഡി. അത് അമ്മയ്ക്ക് ഒരു ഭയങ്കര ഒരു ഷോക്കായിട്ട് മാറി. അമ്മ പിന്നെ എന്റെ അപ്പായോട് പറഞ്ഞു, ഇനി ബോംബെയിലോട്ട് തിരിച്ചു പോകുന്നില്ല, നാട്ടിൽ തന്നെ നിൽക്കുക. കാരണം അമ്മയ്ക്ക് ആ ഒരു നഷ്ടം ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ നാട്ടിൽ നിൽക്കാമെന്ന് ഒരു തീരുമാനത്തിൽ വന്നു. അങ്ങനെ അത്രയും വർഷം കൂടി വന്നിരുന്ന അമ്മയുടെ സഹോദരൻ മരിച്ചു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിന് എന്റെ അപ്പയാണെങ്കിൽ നാട്ടിൽ അമ്മയൊക്കെ അറിയാണ്ട് വന്ന് ഞങ്ങളുടെ ഷെയറും കാര്യങ്ങളും എല്ലാം വിറ്റു. അങ്ങനെ അന്നേരമാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നത് എല്ലാം നഷ്ടമായെന്നുള്ളൊരു കാര്യം. ആങ്ങളെ നഷ്ടപ്പെട്ടു,
വീടും ഭവനം സ്ഥലം എല്ലാം നഷ്ടമായി. അപ്പൊ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പയും ഭയങ്കര ആൽക്കഹോളിക് ആയി, ഭയങ്കര വെള്ളമടിയൊക്കെ കൂടി ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ബോംബെയിൽ വെച്ച് ആന്റി പറഞ്ഞ സുവിശേഷം പിന്നെ ഓർക്കാൻ ഇടയായത്. അന്നേരം അമ്മ ഇങ്ങനെ ആന്റി ഒരു ബൈബിൾ കൊടുത്തിരുന്നു. അത് അമ്മ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കിന് അമ്മയ്ക്ക് അതിനകത്തൊരു വാക്യം കിട്ടിയായിരുന്നു. പിശാച് സിംഹം എന്ന പോലെ അലറി ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു. അന്നേരം അന്ന് അമ്മയ്ക്ക് അതിന്റെ മീനിങ് അറിയത്തില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് മനസ്സിൽ തോന്നി, ഇങ്ങനെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിലൊക്കെ പോയി. പക്ഷെ പിന്നീട് യേശുവിനെ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാത്തതുകൊണ്ടായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേ നമുക്കൊരു ചിന്തയുണ്ടായി. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നാട്ടിലൊരു ബന്ധക്കോസ്ത് വിശ്വാസിയോ ഒരു ചർച്ചോ ഒന്നും അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ആരോട് ചോദിക്കാനും അമ്മയ്ക്ക് പറ്റത്തില്ല. കാരണം അമ്മയുടെ പേരൻസിനൊന്നും അറിയത്തില്ല അമ്മ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ അമ്മയ്ക്ക് അവരോട് പറയാനൊരു പേടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ അമ്മയുടെ ബ്രദർ മരിച്ചു പോയിട്ട് ബ്രദറിന്റെ ആത്മാവിനെ, അങ്കിളിന്റെ ആത്മാവിനെ ഇങ്ങനെ ഓരോരുത്തർ കാണുന്നു. അപ്പൊ രാത്രിയിലൊക്കെ വന്ന് അവരോട് സംസാരിക്കുന്നു. അപ്പം അതെല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അങ്കിളാണെങ്കിൽ കമ്മ്യൂണിറ്റി പാർട്ടിയിലെ ഭയങ്കര നേതാവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ പ്രവർത്തിച്ച ഒരാള് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഒരു മനുഷ്യനായിരുന്നു. അപ്പം എല്ലാവർക്കും പക്ഷെ ഇങ്ങനെ കാണുമ്പം അവരുടെ അടുത്ത് നിൽക്കുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പൊ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കുറെ പേര് പരാതിയായിട്ട് എന്റെ അമ്മയുടെ അമ്മയോടൊക്കെ വന്ന് പറയാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കൂടി അപ്പം ഹിന്ദു രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ കുറെ ക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്യും. 16 അടിയന്തരം അങ്ങനെ കുറെ സംഭവമൊക്കെ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. അന്നേരം ഇനിയും എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ശാന്തി ലഭിക്കത്തുള്ളൂ എന്ന് പൂജാരിയൊക്കെ പറഞ്ഞു. അന്നേരം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീടിന്റെ അടുത്തൊരു ആന്റി ഉണ്ട്, അവര് വിശ്വാസി ആന്റി. അപ്പൊ ആന്റി അതുവഴി കൂടി നടന്നു പോയപ്പം എന്റെ അമ്മൂമ്മയോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് എന്റെ അമ്മൂമ്മ ആന്റിയോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം, ബന്ധക്കോസ്ത് വിശ്വാസ പ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ ആത്മാവിന് ശാന്തി കിട്ടാൻ ചെയ്യുന്നേ? എന്റെ മോൻ മരിച്ചു പോയിട്ട് ആത്മാവിന് ഇതുവരെ ശാന്തി കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒത്തിരി ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ അതിനൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ആന്റി ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. ആന്റി ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോ അമ്മയ്ക്ക് അതിനേക്കാളും സന്തോഷം ഒരു വിശ്വാസിയെ കണ്ടതിലായിരുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് എന്നെ കൊണ്ട് മരുതുമൂട് പള്ളിയിലൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ഇവിടെ ഒരു ബന്ധക്കോസ്ത് രീതിയിലുള്ള ഒരു ചർച്ചയോ ഒരു വിശ്വാസിയോ ഒന്നും അറിയത്തില്ല, ദൈവം അത് കാണിച്ചു തരണം. എനിക്ക് അന്വേഷിച്ച് പോകാനോ ഒന്നും അറിയത്തില്ല, ആരോട് ചോദിക്കാനോ ഒന്നും അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ. അപ്പം ബന്ധക്കോസ്ത് രീതിയിലുള്ള ഒരു ചർച്ച, ഒരു വിശ്വാസിയെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആന്റിയോട് അമ്മൂമ്മ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നതും ആന്റി ഭവനത്ത് വന്ന് ഞങ്ങളോട് സുവിശേഷം പറയുന്നതും ഒക്കെ. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു സന്തോഷം ഉള്ളി വന്നു. കാരണം അമ്മ അത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന് മറുപടി കിട്ടി. അന്നേരം അമ്മ പെട്ടെന്ന് ആന്റിയോട് പറഞ്ഞു, ആന്റി എനിക്ക് സൺഡേ ചർച്ചിൽ വരണം, ഇവിടെ അടുത്ത് എവിടാ ചർച്ച എന്ന് ചോദിച്ചു. അപ്പം ആന്റി വിചാരിച്ചു ഏതെങ്കിലും ഒരു ടൈമിൽ ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് ഒരാളോട് ഇങ്ങനെ ദൈവവചനം പറയുമ്പോൾ ആരും പെട്ടെന്ന് ചർച്ചിലൊന്നും പോകത്തില്ലല്ലോ. അപ്പൊ ആന്റി പറഞ്ഞു, എന്നാണോ, എന്റെ അമ്മയുടെ പേര് ഗിരിജ എന്നാണ്, അപ്പം ഗിരിജയ്ക്ക് എന്നാണോ വരേണ്ടത് ആ ടൈമില് പറഞ്ഞാൽ മതി, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞല്ല, എനിക്ക് ഈ സൺഡേ തന്നെ പ്രേയറിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സൺഡേ തന്നെ ആന്റി ഞങ്ങളെ ചർച്ചിൽ കൊണ്ടുപോയി. കൊടസ്നാട് IPC ചർച്ചിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയപ്പം അമ്മയ്ക്ക് ഉള്ളിൽ ഒരു സമാധാനം കിട്ടി, ഒരു സന്തോഷം കിട്ടി. കാരണം മാനുഷികമായിട്ടുള്ള നിലയിൽ ഭൂമിയിലെല്ലാം നഷ്ടമായി, ഒന്നും അമ്മയ്ക്ക് നാളത്തേക്ക് ഒരു പ്രതീക്ഷ എന്ന് പറയാനില്ല, സ്വന്തമായിട്ട് വീടില്ല, താമസിക്കാന് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ പോകാനായിട്ടിടയായി. അപ്പൊ ബോംബെയിലായിരിക്കുന്ന സമയത്ത് അവിടെ എനിക്കൊരു 3 വയസ്സൊക്കെ ഉള്ള ടൈമിൽ ഞാൻ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഈ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫ്രോക്കെ തട്ടി താഴെ വീണിട്ട് എന്റെ ചുണ്ടൊന്ന് മുറിഞ്ഞു. അപ്പൊ ഈ ചുണ്ട് മുറിഞ്ഞിട്ട് അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലീഡിങ് ക്ലോട്ടായി, കുഴപ്പമൊന്നും ഇല്ലാണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഈ ബ്ലീഡിങ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് ഒരു 4 ആഴ്ചയായിട്ടും എനിക്ക് ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഡോക്ടേഴ്സിനൊക്കെ ഒരു ഡൗട്ട് തോന്നിച്ചു, ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം അവര് പറഞ്ഞു ഹീമോഫീലിയ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, പക്ഷെ അത് ആണുങ്ങൾക്കാണ് വരുന്നത്, സ്ത്രീകൾക്ക് വരാറില്ല.
അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. മുംബൈ KEM ഹോസ്പിറ്റലായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് അവർ ഡയഗ്നോസ് ചെയ്ത് എനിക്ക് വോൺ വില്ലി ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമാണ് അവര് എനിക്ക് ഡയഗ്നോസ് ചെയ്തത്. അപ്പം ഈ അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി കൂടിയും മൂക്കിൽ കൂടിയും ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും, പല്ലിന്റെ ഏരിയയിൽ കൂടിയും ഒക്കെ ഇങ്ങനെ എപ്പോഴും ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. 1,00,000 ഒരാൾക്ക് വരുന്ന അസുഖമാണ്, റയർ ആയിട്ടുള്ള ഡിസീസാണ്. അപ്പം ഇതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ തന്നെ സൂക്ഷിക്കുക, മുറിവുണ്ടാകാതെ സൂക്ഷിക്കുക, അതൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു കെയറിങ്ങിലും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഞങ്ങൾ നാട്ടിൽ വന്നപ്പം എന്റെ ഈ വിഷയത്തിന്റെ കൂടെ ഇത്രയും വിഷയങ്ങളൂടെ അമ്മയുടെ സഹോദരനെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടമായി. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാതെ, ഒരു പ്രതീക്ഷയില്ലാതെ തകർച്ചയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ വന്നു. അപ്പം ആ ഒരു സമയത്ത് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ വീട്ടിൽ വന്നിട്ട് അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മയോടൊക്കെ പറഞ്ഞു, ഒരു ദിവസം ചർച്ചിൽ വന്ന് നോക്ക്, അവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അടുത്ത ഞായറാഴ്ച മുതൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ അനിയത്തിയും എന്റെ അമ്മമ്മയും കൂടി പ്രാർത്ഥനയ്ക്ക് പോയി. അവർക്ക് പ്രാർത്ഥന ഇഷ്ടമായി, അവർക്കും അവിടെ വന്നപ്പോ ഒരു സമാധാനം സന്തോഷം കിട്ടി. അങ്ങനെ അവരെല്ലാ ആഴ്ചയിലും പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അമ്മയും പിന്നെ ഒരനീത്തിയും രണ്ടനീത്തിമാരും വിശ്വാസത്തിൽ വന്നു. ഇനി ഒരനീത്തിയും കൂടി ഇപ്പോഴും വിശ്വാസത്തിൽ വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ കൊടസ്നാട് APC ചർച്ചിൽ ഞങ്ങൾ പൊക്കോണ്ടിരുന്നു പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അപ്പ ഭയങ്കര പ്രതികൂലമായിരുന്നു. കാരണം പിന്നെ പറഞ്ഞ് ബെന്തിക്കോസിൽ പോക്ക, പക്ഷെ കമ്മലും മാലയൊന്നും ഊരരുത്, സ്നാനപ്പെടുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് പ്രാർത്ഥിച്ചോളം പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, ഇത്രയും നാളും ഞാന് ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു, ഹിന്ദു ആചാരപ്രകാരം ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്കെല്ലാം നഷ്ടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നഷ്ടങ്ങളാണെങ്കിലും ലാഭമാണെങ്കിലും ഞാൻ യേശുവിനെ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. നമ്മ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കാനിടയായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അമ്മയൊക്കെ സ്നാനപ്പെട്ടു. അപ്പം അമ്മയൊക്കെ സ്നാനപ്പെടുന്ന സമയത്ത് ഈ ഓർണമെന്റ്സ് എല്ലാം ഊരി, ആഭരണങ്ങളെല്ലാം ഊരിയപ്പോഴത്തേക്കിന് എനിക്കും ഭയങ്കര ആഗ്രഹം ഇതെല്ലാം ഊരണമെന്ന്. പക്ഷെ ആ സമയത്ത് അപ്പ എന്നെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്ത്. അത് ഹിന്ദുക്കളുടെ സ്കൂൾ, അവിടെ ഓർണമെന്റ്സ് ഒന്നും ഇടാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ഹിന്ദുക്കൾക്ക് മാത്രമേ അവിടെ പഠിക്കാനും പറ്റത്തുള്ളൂ, BJP-ക്കാരുടെ സ്കൂളായിരുന്നു. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ആദ്യമൊക്കെ ഒരുങ്ങി പോകും, പിന്നെ ഒരുങ്ങാതെ ഈ ആഭരണമൊക്കെ ഇടാണ്ട് പോകുമ്പോഴത്തേക്കിന് സ്കൂളിൽ നിന്ന് അവിടുത്തെ പിയൂണൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ബന്ധുക്കോസി ചേരണം, കപ്പയും തിന്നണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി കളിയാക്കുമായിരുന്നു. അന്ന് പക്ഷെ എനിക്കത് എന്നെ കളിയാക്കുവാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ കൊച്ചു വെച്ചായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കും, എന്നെ കാണുമ്പോ കൈയടിച്ച് കാണിക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ആ ഒരു പ്രായത്തിൽ അതൊന്നും ഒരു വിഷയമല്ല, നമുക്ക് അറിയത്തില്ല ഈ കളിയാക്കുന്നതൊന്നും. അങ്ങനെ എനിക്കാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ഊരാനും പറ്റുന്നില്ല, അമ്മയായിട്ട് ഊരുന്നുമില്ല. അങ്ങനെ അമ്മ സ്നാനപ്പെടുന്ന സമയത്തൊക്കെ ഞാൻ എന്റെ ഈ കമ്മലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്റെ ഇത് ഊരി വെക്കും, കളഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 2 കമ്മലൊക്കെ കളഞ്ഞു പോയി. ആ ഒരു സമയത്ത് തന്നെ ഈശ്വരനോടൊരു കൂടുതൽ ഒരു സ്നേഹം വന്നു. കൂടുതൽ വചനമൊന്നും നമുക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് പോയി ഇരിക്കുമ്പോൾ ഉള്ള ഒരു സമാധാനം സന്തോഷവും ഒക്കെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടിടയായി. അപ്പോ അമ്മയൊക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ അപ്പാടെ മദ്യപാനം ഒക്കെ കൂടി. അങ്ങനെ അപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പയ്ക്ക് ഒരു മഞ്ഞപ്പിത്തം വന്ന അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒന്നും ഒരു ഇതുമില്ല, ഒരു മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അപ്പയുടെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് നല്ല പ്രതികൂലം ഉണ്ടായിരുന്നു. കാരണം അമ്മയൊരു വിധവയായി. അപ്പൊ അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. ഞങ്ങള് ഇനിയും അവരുടെ വീടൊക്കെ ഞങ്ങളും താമസിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവര് പറഞ്ഞു, ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അപ്പയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അവരും പറയും അവിടെയും താമസിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2 വീട്ടിലും ഞങ്ങൾക്ക് പ്രതികൂലം, ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ല. അങ്ങനെ അമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം മോശയുടെ ഒരു അനുഭവം പോലെ, മുന്നിൽ ചെങ്കടല്, പുറകില് ഫറവോന്റെ സൈന്യം, അപ്പുറത്ത് ഇപ്പുറത്ത് വൻമതില്, മുകളിൽ ആകാശം, താഴെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് 2 ഫാമിലിയിൽ നിന്നുള്ള പ്രതികൂലങ്ങള്, കൂടുള്ള ഞാൻ, എനിക്കിങ്ങനെ ഒരു അസുഖം, ഒരു പെൺകുഞ്ഞ്, നാളെന്ന് പ്രതീക്ഷ വെക്കാനൊന്നുമില്ല, ഹസ്ബൻഡ് കള്ളുകൂടി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഇല്ലാണ്ട് പോകുന്ന സമയത്താണ് അപ്പയുടെ മരണം കൂടി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക്
ഞങ്ങൾ ആകെ തകർന്നുപോയി. ആ ഒരു സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ, സ്നാനപ്പെട്ടതേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ദൈവം അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ കൊടുത്തു. ആ ഒരു കൃപ ആണ് ഞങ്ങളെ ഇന്നും ദൈവം വഴി നടത്തുന്നത്. ആ ഒരു കൃപ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ, അതൊക്കെ സഹിക്കാനുള്ള കൃപ ദൈവം തന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുക. കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞ് ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വരുമ്പം വിശ്വാസത്തിൽ മാറിപ്പോകുന്ന അനേകരുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്ഥാനത്ത് ദൈവം ഞങ്ങളെ പിടിച്ചു നിർത്തി. അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അങ്ങനെ അപ്പ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മ എന്നെ ആ ഹിന്ദു സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്കൂളിലേക്ക് എനിക്ക് അഡ്മിഷൻ എടുത്ത് അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ താടിക്ക് കൈ വെച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം ഒരു ഫ്രണ്ട് വന്ന് എന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോഴത്തേക്കിന് എന്റെ ഈ ചെള്ള വന്നിട്ട് ഡെസ്കയിൽ ഇടിച്ചപ്പോഴത്തേക്കിന് എന്റെ ഈ താഴത്തെ ഈറി കൊണ്ടുവന്ന് മോളത്തെ പല്ല് വന്ന് താഴെ ഈ വന്ന് ചീക്കിലിടിച്ചു. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. അപ്പൊ നോർമലി എന്റെ പല്ലിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ബ്ലഡ് വന്നോണ്ടേയിരിക്കും. ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോ ഒന്ന് ചോറ് പോലും കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു അതേകൂട്ട് ഇങ്ങനെ ബ്ലഡ് വന്നങ്ങ് മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ബ്ലീഡിങ് എനിക്ക് കൂടാനായിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമൊന്നും അമ്മയോട് പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് പില്ലോ ഫുള്ള് ബ്ലഡ് ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് ബെഡ് ഫുള്ള് ഇങ്ങനെ ബ്ലഡ് ആവും. അപ്പൊ ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് കിടക്കുമ്പോൾ അവരെ നമ്മൾ പൊക്കി എഴുന്നേക്കുന്ന ആ ബ്ലഡിൽ കുളിച്ചടക്കുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നതിന്റെ കൂട്ടായിരുന്നു എന്റെ അവസ്ഥ. എന്റെ ദേഹം ഫുള്ള് ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച രാവിലെ എഴുന്നേൽക്കുന്നത്. ഒരു ചെറിയൊരു മുറിവാണ്, ആ മുറിവിൽ നിന്നാണ് ഇത്രയും ബ്ലീഡിങ് വരുന്നത്. അപ്പം അമ്മയ്ക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ബോംബെയിലാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ നാട്ടില് ഈ അസുഖം അങ്ങനെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആരോടും ഒരു ഡൗട്ടായിട്ട് പോലും ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റങ്ങൾ വന്നിട്ട് പറഞ്ഞു, അടൂരൊരു ഡോക്ടർ ഉണ്ട്, വീട്ടില് ഇരുന്ന് പേഷ്യൻസിനെ നോക്കും. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഡോക്ടർ എന്തെങ്കിലും സജഷൻ പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി നോക്കുക, അവിടെ പോകുമ്പം അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പോയി അവിടെ അവരെന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അസുഖത്തിന് അവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ ജസ്റ്റ് ഒരു നോർമൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്ലാസ്മ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പ്ലാസ്മ, അതെനിക്ക് തരും. അപ്പൊ എന്റെ ബ്ലഡ് ഒന്ന് ക്ലോട്ട് ആകുമ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടും. 1-2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും ബ്ലീഡിങ് സ്റ്റാർട്ട് ആവും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് എന്റെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം നഷ്ടമാകാനായിട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് പിന്നെ സ്കൂളിൽ പോകാനേ പറ്റിയിട്ടില്ല. 3-ാം ക്ലാസ്സിൽ ഞാൻ ആകെ 2 മാസമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അപ്പൊ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നോണ്ടേ ഇരുന്നു. പിന്നെ ഇങ്ങനെ സീരിയസ് ആയിട്ട് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് പോവും. പിന്നെ അവര് പ്ലാസ്മയൊക്കെ തന്ന് തിരിച്ചു വിടും. അങ്ങനെ അവര് പിന്നീട് ആദ്യം പോലെ ഒന്നുകൂടി ട്രീറ്റ്മെന്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും അവര് പറഞ്ഞു എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ട്യൂമർ ഉണ്ട്, അപ്പം ഇത്രയും സൈഡ് ഇങ്ങനെ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ ബ്ലഡ് ക്ലോട്ട് ആവത്തുള്ളൂ, എനിക്ക് അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവിടെ എനിക്ക് ഓപ്പറേഷൻ അവർ ചെയ്യത്തില്ല. കാരണം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്റെ ശരീരത്തിലെ ബ്ലഡ് പെട്ടെന്ന് നഷ്ടമാവും, എന്റെ ജീവൻ വരെ നഷ്ടമാകും. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഫാക്ട്രേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു മെഡിസിൻ ഉണ്ട്, അത് എടുക്കണം. ആ സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫാക്ട്രേറ്റ് ഇല്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു വെല്ലൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ പോകുമ്പോൾ നല്ല പൈസയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേണം പോവാന് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു 3-4 മാസം ആയപ്പോഴത്തേക്കിന് അവിടുത്തെ ട്രിവാൻഡ്രത്തെ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, വന്നാലും രക്ഷയൊന്നുമില്ല, നിങ്ങൾ വെല്ലൂരോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈ പ്ലാസ്മ മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വട്ടം എനിക്ക് ഇങ്ങനെ ഒട്ടും വയ്യാണ്ട്, എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാണ്ട് ഞാനിങ്ങനെ കട്ടിലേക്ക് കിടക്കുക. ആ ഒരു സമയത്ത് ഒരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു ഭവനത്തിൽ. പാസ്റ്ററുകൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു മൂക്ക് നല്ല ക്ഷീണമുണ്ട്, അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് ഇടാൻ പോയപ്പോഴത്തേക്കിന് അവര് ഇസിബി നോക്കിയപ്പോ എനിക്ക്
3.2 ഉള്ളൂ ബ്ലഡ് എന്റെ ശരീരത്തിൽ. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്ന് 2 മണിക്കൂറിനുള്ളിൽ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോക്കോ, ഇനിയും വെച്ചോണ്ടിരിക്കണ്ട, അന്ന് 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എന്റെ ജീവൻ നഷ്ടമാകും. കാരണം ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കൊടച്ചനാട്ട് ചർച്ചിലെ അവിടുത്തെ സെക്രട്ടറി ദാസങ്ങളാണ് എന്നെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്കിളിനെ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, അങ്കിൾ ഓടി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കണ്ണൊന്നും തുറക്കുന്നില്ല, ഇങ്ങനെ കണ്ണടച്ചാണ് വെച്ചേക്കോ, എന്നെ വിളിക്കുമ്പോ ഞാൻ വിളി കേൾക്കുന്നില്ല. അപ്പൊ ഇടയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അനിയത്തിയുടെ മോളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ വിചാരിച്ച് ഈ മരിക്കുന്ന സമയമൊക്കെ ആകുമ്പോ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. അന്നേരം അമ്മ ഡ്രൈവർ ദാസങ്ങളോട് പറഞ്ഞു, അച്ചായ കുഞ്ഞ് മരിച്ചെന്ന് തോന്നി, ഇപ്പൊ അനക്കമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് പറഞ്ഞു, ഗിരിജ അങ്ങനൊന്നും ഇല്ല. എന്നിട്ട് അങ്കിള് കൈ ഉയർത്തി 3 വട്ടം ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ബന്ധുക്കോസി വന്നു, എല്ലാം നഷ്ടമായി, ഭർത്താവും മരിച്ചു, ഇനി തിരിച്ച് മറ്റു ജാതികളുടെ ഇടയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവര് കളിയാക്കും, എല്ലാം നിനക്ക് ബന്ധുക്കോസി പോയിട്ട് നഷ്ടമായി, ഇപ്പൊ നിന്റെ കൊച്ചു നഷ്ടമായി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് എന്റെ ജീവൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ ജീവനോടെ എടുക്കണം. അതല്ല ദൈവം എന്റെ ജീവൻ തിരിച്ച് എനിക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അമ്മയും ഞാനും ദൈവത്തിന്റെ വേല ചെയ്യാം എന്നൊരു തീരുമാനം അമ്മ ആ കാറിൽ വെച്ച് എടുക്കുവാനിടയായി. അങ്ങനെ ആ സമയത്ത് തന്നെ അമ്മ പറഞ്ഞു, ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു. അപ്പൊ എന്നെ ഒരു സ്ട്രക്ചറിൽ കയറ്റിയാണ് ഈ കാറിലോട്ട് കയറ്റിയിരുത്തിയത്. പക്ഷെ ഞാൻ ട്രിവാൻഡ്രം എത്തി ഞാൻ ICUലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നടന്നു പോകാനായിട്ട് ഇടയായി. അപ്പൊ അങ്ങനെ കയറി ചെന്നപ്പോഴത്തേക്കിന് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം നോക്കി അവര് തീർത്തും പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരുവേ വേണ്ട, ഇത് ലാസ്റ്റ് ആയിട്ട് വന്നതാ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അന്നേരം അമ്മയുടെ പേരൻസിനോടൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി കാണാം, അവിടുത്തെ രീതികൾ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞു വെക്കാം, പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പൈസയൊക്കെ ആകുമ്പോ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി വെല്ലൂരോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ അന്നേരം ആ സമയത്ത് അമ്മയുടെ അമ്മയും കൂടി എന്റെ അമ്മൂമ്മയും കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരുകൂടി വെല്ലൂർ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹെമറ്റോളജി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ഒരു മലയാളിയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എവിടെ ലോഡ്ജ് എടുത്തേക്കുന്നതെന്ന് ആദ്യം ചോദിച്ചത്. അപ്പം നാട്ടിലൊക്കെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നമ്മളെ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മളെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ലോഡ്ജ് എടുക്കണം. ഈ ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്കപ്പും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് എപ്പോഴാണോ അഡ്മിറ്റ് ആവാൻ പറയുന്നത് ആ ഒരു സമയത്ത് പോയി അഡ്മിറ്റ് ആയാൽ മതി. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അവിടെ മദ്രാസിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആരുമില്ല, ഒരു ലോഡ്ജ് എടുക്കാനുള്ള പൈസയും കാര്യങ്ങളും ഒന്നും തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പൊ അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേന് ഹെമറ്റോളജി ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ നിങ്ങളുടെ ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞു, പേരും പറഞ്ഞു തന്നു. അപ്പം ഡോക്ടർ ഗ്ലാഡിൻ എന്നാണ് ഡോക്ടറിന്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ പോയി കാണുവാൻ ഇടയായി. അങ്ങനെ ഡോക്ടറിനോട് അമ്മ ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞുള്ളൂ, എനിക്ക് ഇങ്ങനെ ഒരു അസുഖം, ഒരു സർജറി വേണം, ഞങ്ങളുടെ കൂടെ ആണുങ്ങളായിട്ട് ആരും ഇല്ല, ദൈവം മാത്രമേ ഉള്ളൂ കൂടെ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്നുണ്ട്, അതൊക്കെ കണ്ട് അവർക്ക് ഡോക്ടേഴ്സ് അല്ല, അവരെപ്പോഴും പേഷ്യൻസിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരാളോടൊരു ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റും തോന്നാറില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു, എന്തോ നിങ്ങളുടെ കാര്യം കേട്ടപ്പോ എനിക്കൊരു ഉള്ളിൽ ഒരു വിഷമം തോന്നിക്കുന്നതെന്ന് പറഞ്ഞു. അത് ദൈവം തോന്നിപ്പിച്ച. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഡോക്ടറിന് അറിയാവുന്ന ഒരു പാസ്റ്റങ്ങളിനെ, അവിടെ മദ്രാസിലുള്ളൊരു പാസ്റ്റങ്ങളിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ തന്നെ ഞങ്ങളെ വണ്ടി വിളിച്ച് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്ത് അവിടെ ചർച്ചിൽ കൊണ്ടാക്കി. ഞങ്ങൾ ചെന്നപ്പോ അവിടെ IPC ചർച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എല്ലാം റെഡിയാക്കി തന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ചർച്ചിൽ താമസിച്ചുകൊണ്ടിരുന്നു. അന്നേരം എനിക്കിനി ഓപ്പറേഷൻ ഒരു 10 ദിവസം കൂടി ഉണ്ട്. അന്നേരം അമ്മ അവിടുത്തെ പാസ്റ്റങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റങ്ങൾ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇരുന്നോ. അങ്ങനെ അമ്മ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ അവിടെ ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷന് ഒരു ദിവസം മുന്നേ എന്നെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത്
എല്ലാവർക്കും ടെൻഷനായി. കാരണം എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ചള്ള ഫുള്ള് മുറിച്ച് മാറ്റണം. അപ്പം അത് കഴിഞ്ഞിട്ട് എങ്ങനെ എന്റെ ഫേസ് നോക്കും എന്നൊരു വിഷമവും കാര്യങ്ങളും, അത് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ കാണുമോ എന്നാകെ ഒരു പേടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഫാസ്റ്റിങ്ങിന്റെ 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് പാസ്റ്റങ്ങൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉപവസിച്ചത് മതി, ദൈവം നിങ്ങൾക്ക് വിടുതൽ തന്നിട്ടുണ്ട്, ബാക്കി 2 ദിവസം പാസ്റ്റങ്ങളും ആന്റി ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ ഫാസ്റ്റിംഗ് നിർത്തി. കാരണം ഞങ്ങൾക്ക് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമായിരുന്നു. അങ്ങനെ അമ്മ ഫാസ്റ്റിംഗ് ഒക്കെ നിർത്തി ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഓപ്പറേഷന് തലേദിവസം രാത്രി ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഗ്ലാഡ്വിൻ ഡോക്ടർ ഞങ്ങളുടെ റൂമിൽ വന്നു. ഡോക്ടർ ഒരു ഓർത്തഡോക്സ് ആണ്. അപ്പൊ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവരുടെ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ആണുങ്ങൾ ആരുമില്ല, ഒരു സഹോദരനായിട്ടോ ഒരു ബ്രദറായിട്ടോ ഒന്ന് വിളിക്കാനോ പറയാൻ ആരുമില്ല. അന്ന് ഇത്രയും ഫോണും മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ടൈം കൂടിയാ. അപ്പൊ ലാൻഡ് ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അപ്പം ഞങ്ങൾക്കും സ്വന്തമായിട്ട് അന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ആരും ഒന്ന് വിളിക്കാനോ ഒന്നും പറ്റത്തില്ല. ആ ഒരു സമയത്താണ് ഈ ഡോക്ടർ വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ, ഒരു പെന്നും ഒരു ഇങ്ക് ബോട്ടും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്നെ ഒത്തിരി ഇങ്ങനെ എൻകറേജ് ചെയ്തു. മോള് പേടിക്കണ്ട, നന്നായിട്ട് പഠിക്കണം, ഡോക്ടറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കാണും, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഡോക്ടർ പോയി. അപ്പം ആരുമില്ലാത്ത നമുക്കൊരവസ്ഥയിലും ദൈവം നമ്മളെ കരുതും. അത്രയും നല്ലൊരു ട്രീറ്റ്മെന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഞങ്ങൾ അത്രയും സ്നേഹിക്കാനും ഞങ്ങളെ കാര്യമായിട്ട് കരുതാനും, ഞങ്ങൾ വലിയ ആൾക്കാരും ഒന്നുമല്ല, സാധാരണക്കാരാണ്, ഏറ്റവും സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് വേണ്ടി ആരും റെക്കമെൻഡേഷൻ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഒന്നുമില്ലാത്ത സമയത്ത് ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുള്ളത്തോടെ ഇടപെട്ടു. വലിയ 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 ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. ഇന്നും അതൊക്കെ ഓർക്കുമ്പോ ഒരു അതിശയം പോലെയാ. കാരണം ഡോക്ടർ ഒന്ന് തലവസം ഇങ്ങനെ ആശ്വസിപ്പിക്കുക, സ്നേഹത്തോട് സംസാരിക്കുക ഒക്കെ ചെയ്യണമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം എന്നെ എല്ലാം ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം അമ്മയ്ക്കും അറിയാം എനിക്കിങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പം അമ്മയാണെങ്കിൽ അമ്മൂമ്മയോട് പറയുന്നില്ല എനിക്കിങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, കാരണം അമ്മൂമ്മയ്ക്ക് അതൊരു വിഷമം. അമ്മൂമ്മയാണെങ്കിൽ അമ്മയോടും പറയുന്നില്ല എനിക്കിങ്ങനെ. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പക്ഷെ അവര് തമ്മിൽ പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഉള്ളിൽ ഇങ്ങനെ ഈ വേദന ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ അവർ വിഷമിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്ന സമയത്ത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അമ്മ അവിടെ പൊട്ടിക്കരഞ്ഞു. കാരണം ആരും ഇല്ലല്ലോ കൂടെ. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറ് തുറന്ന് പാസ്റ്റങ്ങൾ കയറി വന്നു. അവിടുത്തെ ചർച്ചിലെ പാസ്റ്റങ്ങൾ വന്നിട്ട് എനിക്ക് അവിടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എന്നെ ബലപ്പെടുത്തിയിട്ട് പാസ്റ്റങ്ങളും പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടറൊക്കെ വന്നിട്ട് ഫാക്ടറേറ്റിന്റെ ബോട്ടിൽ കാണിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഈ മെഡിസിൻ എനിക്ക് തന്നിട്ടാ സർജറി ചെയ്യുന്നത്, അതുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് ടൈപ്പ് 3 ആണ് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്. അപ്പം ബോഡി ഈ മരുന്നിനെ അക്സെപ്റ്റ് ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഈ ക്യാൻസർ സ്റ്റേജ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് ഈ ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദയ കൊണ്ട് എങ്ങനെയോ ആ മരുന്ന് എന്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യമായിട്ട് ഫാക്ടറേറ്റ് എടുക്കുന്നത് വെല്ലൂർ വെച്ചിട്ടാണ്. അങ്ങനെ എന്നെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിനകത്ത് ഗ്ലാഡ്വിൻ ഡോക്ടർ ഏതാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവരും ഗ്രീൻ കളർ യൂണിഫോം ഒക്കെ ഇട്ട് മാസ്കും ഹെയർ ക്യാപ്പ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏതാ എന്നോട് വന്ന് സംസാരിച്ച ഡോക്ടർ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ അന്നേരമാണ് എനിക്കൊരു പേടി വരുന്നത്. കാരണം അത്രയും നേരം എനിക്ക് ഒന്നും അറിയത്തില്ല, അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ കത്രിക, ഓരോ മെഷീനും അവിടുത്തെ ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പേടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അപ്പം ഡോക്ടറുകൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ ശ്വാസം എടുത്തിട്ട് വിടാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് അത് സിമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനസ്തേഷ്യ തരാനുള്ള മാസ്ക് എന്റെ മൂക്കി വെച്ചപ്പോഴത്തേന് ഒരു വല്ലാത്തൊരു സ്മെല്ല്. അപ്പൊ അത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവര് നല്ല ഫോഴ്സിൽ എന്നെ മയക്കി കിടത്തി. പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ ഒരു സെഡേഷനിൽ നിന്ന് ഞാൻ എണ്ണിക്കാനായിട്ടിടയായി. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് ഇവരെന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് എല്ലാം സർജറി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഒരു ഡോക്ടർ പറഞ്ഞു, എന്തോ ഇവർക്ക് ഞങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടൊക്കെ ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു വട്ടം കൂടി ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബയോപ്സി ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഈ പല്ലിന്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്കിൻ എടുത്ത് അവർ ബയോപ്സിക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പം അമ്മ ഒരു ബയോപ്സി ആണെങ്കിൽ അവർ മേജർ സർജറി പോലെയാണ് ചെയ്തത്. കാരണം എനിക്കിങ്ങനെ ബ്ലഡിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പം 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കുന്നില്ല. അന്നേരം അമ്മയ്ക്ക് അങ്ങ് ടെൻഷനായി. അങ്ങനെ അമ്മ ഇങ്ങനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്ത് ഡോറിന്റെ അവിടെ വന്ന് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങിയപ്പോഴത്തെ ഡോക്ടർ വന്ന് ഈ കുട്ടിയുടെ അമ്മയായിരിക്കും, ഡോറ് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ഡോറ് തുറന്ന് എന്നെ വന്ന് നോക്കുന്നത് എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ചെല്ലലോട്ട. അപ്പൊ അവിടെ അവര് മുറിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു സർജറി അവിടെ ചെയ്തിട്ടില്ല. അന്നേരം ഇത് കണ്ടപ്പോ അമ്മയ്ക്ക് സന്തോഷിക്കണോ കരയണോ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം ഡോക്ടർ തന്നെ പറഞ്ഞു സന്തോഷിക്കാനൊക്കെ വരട്ടെ, ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാത്തതുകൊണ്ട് ഞങ്ങളൊരു ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഒരു വട്ടം കൂടി വന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, അപ്പൊ 4 ദിവസം എടുക്കും ഇതിന്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ ചർച്ചയിൽ വന്നു. ചർച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞങ്ങൾ അവരൊരു ബില്ല് തന്നു. അപ്പൊ ബില്ല് തന്നപ്പോ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ എക്യുപ്മെന്റിന്റെയോ അവരുടെ ഡോക്ടേഴ്സ് ഫീസോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു 15,000 രൂപ മാത്രം ഞങ്ങൾക്ക് ബില്ല് തന്നു. അപ്പോ ഞങ്ങൾ ഈ തന്ന ബില്ല് അത്രയും പൈസ കൊണ്ടാണ് ഞങ്ങൾ വെല്ലൂർ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്. ഈ 15,000 രൂപയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾക്ക് ബില്ലായിട്ട് കിട്ടിയത്. അപ്പൊ ഈ 15,000 രൂപയെന്ന് ഞങ്ങൾ അവിടെ ഓരോ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അതിന് 2,000-3,000 രൂപയൊക്കെ ഒരു ടെസ്റ്റിന്. അപ്പം അങ്ങനെയൊക്കെ കുറെ പൈസ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പം അത് അവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി പൈസ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അന്നേരം അമ്മ ഇങ്ങനെ ഡിസ്ചാർജ് ആവാൻ വേണ്ടി അവരെല്ലാം എഴുതി തന്നു, ബുക്കും എല്ലാം കയ്യിൽ തന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നില്ല. അന്നേരം അവിടുത്തെ സിസ്റ്റർ ചോദിച്ചു എന്താ പറ്റി. അന്നേരം അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അടയ്ക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവർ ഇത്രയും കുറച്ചാണ് ഞങ്ങൾക്ക് തന്നത്. തിരുവനന്തപുരത്തെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ കൊണ്ട് പോയാലും നിങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, ജസ്റ്റ് പോയി നോക്കാൻ മാത്രമാണ് തിരുവനന്തപുരത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ആ സ്ഥാനത്താണ് ഞങ്ങൾ വെറും 15,000 രൂപയും കൊണ്ട് അവിടെ പോകുന്നത്. അങ്ങനെ അവിടുത്തെ നേഴ്സ് ആണെങ്കിൽ ഡോക്ടറിനെ വിളിച്ചിങ്ങനെ സംസാരിച്ചു, അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന. അന്നേരം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യും, മോർണിംഗ് ആകുമ്പോൾ അവർ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്താൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ ഡോക്ടർ ഞങ്ങളുടെ റൂമിലോട്ട് വന്നപ്പോ ചോദിച്ചു എന്തോ നിങ്ങളുടെ വിഷയം. അന്നേരം അമ്മയാണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ ഒരു ചാപ്പലുണ്ട്, CMC ഹോസ്പിറ്റലിലെ ക്രിസ്ത്യൻസിന്റെ ആണല്ലോ. അപ്പൊ അവിടെ ഒരു ചാപ്പലുണ്ട്, അവിടെ പോയി അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ എനിക്ക് ആരോടും പൈസ ചോദിക്കാനില്ല, എന്റെ കയ്യിൽ പൈസയില്ല, ദൈവം പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ രാവിലെ ഈ ഡോക്ടർ വന്നപ്പോ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു 6,000 രൂപ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ 100 ആണോ 200 ആണോ എത്രയാണോ ഉള്ളത് അത് അടച്ചിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 6,000 രൂപ അടച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം എല്ലാവരും നല്ല പൈസയും കൊണ്ടാവും. അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഇത്രയും ഞങ്ങൾക്ക് പരിഗണന കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി തിരിച്ച് ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ നാട്ടിൽ വരാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ സ്റ്റേ ചെയ്യുന്ന പാസ്റ്റങ്ങളിലൊക്കെ പിന്നീട് ഒരു ബുദ്ധിമുട്ടാണ്ട്. അന്നേരം പാസ്റ്റങ്ങൾ പറഞ്ഞു നിങ്ങൾ റിസൾട്ട് മേടിച്ചിട്ട് നാട്ടിൽ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഒരു 3-4 ദിവസം ഉണ്ട്. ആ ദിവസങ്ങൾ അത്രയും ദിവസം ഞങ്ങൾ CMC ഹോസ്പിറ്റലിൽ പോയി ട്രാക്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടിടെ അവിടെ ക്യാൻസർ പേഷ്യന്റിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് അമ്മയും ഞാനും പാസ്റ്റ് ആന്റി അങ്കിളും ഒക്കെ ഞങ്ങൾ അവിടെ ട്രാക്ട് കൊടുക്കാനായിട്ടിടെ. അങ്ങനെ റിസൾട്ട് കിട്ടുന്ന ഡേ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. രാവിലെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. അവരെല്ലാം ഞങ്ങളെ കണ്ടിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു രമ്യയുടെ അമ്മയ്ക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, മോൾക്ക് അവിടെ ട്യൂമർ എന്ന് പറയുന്ന ഒരു അസുഖമേ ഇല്ല, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്, ഇച്ചിരി പോലും ഇല്ല, ഞങ്ങൾ റീച്ചൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അത് കേൾക്കുന്നത്. എനിക്ക് അന്ന് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല, ട്യൂമർ എന്തോ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അമ്മയ്ക്കൊക്കെ അതിന്റെ ഒരു സ്റ്റേജസ് അറിയത്തുള്ളൂ. അപ്പോ അത് ജീവിതത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രവർത്തിച്ചൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ദൈവം ആ ഒരു ഓപ്പറേഷനിൽ നിന്ന് എന്റെ കത്തി എന്റെ ശരീരത്തെ തൊടാതെ ദൈവം അവിടെ നിന്ന് എന്നെ വിടുവിച്ചു. ആ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഓപ്പറേഷൻ കൂടാതെ ദൈവം എനിക്ക് സൗഖ്യമാക്കി തന്നു. അത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ഒരു
ഉറപ്പ് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. ഞാൻ ആകെപ്പാടെ പിന്നീട് ഞങ്ങൾക്ക് ഒരു വിഷയം, ദൈവം സൗഖ്യം തന്നെങ്കിൽ പാർപ്പാൻ ഒരു ഭവനമൊന്നും ഇല്ല. എല്ലാവരും കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്കൊരു ഭവനം വേണം. അങ്ങനെ ഞങ്ങൾ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ, അമ്മ എപ്പോഴും എന്നോട് പറയും, മോനെ നമുക്കൊരു വീട് വേണം, പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും എനിക്ക് പറയാം. അപ്പൊ എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയത്തില്ല വീടിന്റെ. പിന്നെ ഓരോരുത്തരുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളൊക്കെ കൊണ്ട് എനിക്ക് വിഷമം വരുമ്പോ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കും, ഒരു സ്വന്തമായിട്ട് ഒരു വീട് വേണം, വീട് വേണം. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് എനിക്കും എന്റെ മനസ്സിലൊരു തോന്നി. അങ്ങനെ ഞാൻ വീടിന് വേണ്ടി ഞാനും അമ്മയും ഇങ്ങനെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മ ഒരു ദിവസം, അമ്മയ്ക്ക് ആ സമയത്ത് സ്വന്തമായിട്ട് തയ്യൽക്കട ഉണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് തയ്യൽ അന്ന് അപ്പ ബോംബെ വെച്ച് പഠിപ്പിക്കാൻ വിട്ടു. പക്ഷെ ഈ ആന്റി അമ്മയോട് സുവിശേഷം പറയുന്നത് കൊണ്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കി. കാരണം തയ്യൽ പഠിക്കാൻ പോയിട്ട് അവിടെ പഠിക്കുന്ന സുവിശേഷമാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആ തയ്യൽ പഠിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ആക്കി. അപ്പൊ അമ്മയ്ക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അന്നേരം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് അതിന്റെ ബേസ് പോലും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ അമ്മ ഒരു വിശ്വാസത്തോടു കൂടി ഒരു തയ്യക്കടയൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. ഞാനും കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് വന്ന് വഴക്ക് പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മ അതൊന്നും കാര്യമാക്കിയില്ല. അവിടെ നിന്നും അമ്മ പിന്നെ തയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അമ്മ നല്ലതായിട്ട് തയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കട നല്ലതായിട്ട് പോകുന്ന സമയത്താണ് എന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പം അവിടെ ഈ ലേറ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ, വൈകുന്നേരം കടയിൽ നിന്ന് ഇറങ്ങാൻ വരുമ്പോൾ ചില ആൾക്കാർ നമുക്ക് തയ്ക്കാനായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുതരും, തുണി കൊണ്ടുതരും. അപ്പൊ ഒരു ദിവസം അമ്മ ഒരു അങ്കിളിനോട് പറഞ്ഞു, എന്റെ അച്ചായ വരുമ്പോ ഇച്ചിരി നേരത്തെ വരണ്ടേ, എനിക്കിപ്പോ ബസ് ഇപ്പൊ പോണം എന്ന് പറഞ്ഞു. അപ്പം ആ അങ്കിള് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് നിന്റെ വീട് എവിടെ? അന്നേരം അമ്മയ്ക്ക് ആ ഒരു വിഷമത്തില്, കാരണം ബസ് പോകും, ആ ഒരു വിഷമത്തിൽ അമ്മ പറഞ്ഞു എനിക്ക് വീടും കൂടും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അങ്കിൾ പറഞ്ഞു, കുഞ്ഞിന് വീടൊന്നും ഇല്ല. അന്നേരം അങ്കിൾ പറഞ്ഞു, ഇന്ന കൂട്ട് ഒരു സ്ഥലത്ത് വീട് കൊടുക്കുന്നുണ്ട് ഒരു അങ്കിള്, ഒരു സ്കൂൾ, അതിന്റെ ഓണറാണ് വീട് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ലെറ്റർ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി തിരക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എനിക്കിങ്ങനെ വയ്യാണ്ട് വന്നു, ഹോസ്പിറ്റലിൽ ഇങ്ങനെ എപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന ഒരു ടൈമിൽ. അപ്പൊ ഞങ്ങൾ വെല്ലൂർ നിൽക്കുന്ന സമയത്തും ഈ വീടിന്റെ ആൾക്കാരൊക്കെ വന്ന് തിരക്കായിരുന്നു. പക്ഷെ അവരോട് സംസാരിക്കാനൊന്നും ഞങ്ങൾ ഇല്ലാണ്ടായിപ്പോയി. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അറിഞ്ഞു ഇവരിങ്ങനെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നു, പക്ഷെ ഞങ്ങൾ അവിടെ ഇല്ല. അപ്പം ഈ വീട് തരുന്നവര് ഒരു ഇന്റർവ്യൂ പോലെ വെച്ചു. അപ്പൊ അത് ഞങ്ങളെ അറിയിച്ചായിരുന്നു, ഇന്ന ദിവസം ഇന്റർവ്യൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞു. അന്നേരം അമ്മയും ഞാനും കൂടി അവിടെ പോയി. അവിടെ ചെന്നപ്പോ അവിടെ മൂന്നാല് സാറുമാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾക്ക് വീട് തരുന്ന ഓണറും അങ്കിളും അവിടെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല ഇതാ ജോസ് എന്ന അങ്കിളിന്റെ പേര്. അപ്പം അമ്മയ്ക്ക് അറിയത്തില്ല ഇത് ജോസാറിന്റെ ഫ്രണ്ടിൽ അമ്മ നിൽക്കുന്നതെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, സാർ ഈ ജോസാറിന്റെ നമ്പർ ഒന്ന് തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ല, എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി, മോക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, എനിക്ക് തയ്യക്കട മാത്രമേ ഉള്ളൂ, വേറൊന്നും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല, ഞങ്ങൾക്ക് വീട് കിട്ടാനുള്ള എല്ലാ അവകാശമുണ്ട്, ആ ജോസാറിന്റെ നമ്പർ തരാമെന്ന്. അമ്മ ഈ സംസാരിക്കുന്ന ജോസാറിനോടാ, പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പം ജോസാർ ഇങ്ങനെ ചിരിച്ചിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോളെ അമ്മ ചുമ്മാ പറയാം, മോക്ക് അസുഖം കാര്യങ്ങളും ഒന്നും ഇല്ല, ചുമ്മാ അമ്മ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ജോസങ്ങള് അമ്മയോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീട് തരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവര് ഈ നറുക്കെടുക്കും. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ പേര് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വീട് കിട്ടത്തുള്ളൂ. അപ്പം അവരാണെങ്കിൽ ഒരു 5000 പേരുടെ ലിസ്റ്റ് ഉണ്ട്, അതിനകത്തുനിന്ന് 500 പേരെ സെലക്ട് ചെയ്യും, അതിനകത്തുനിന്ന് 50 പേരെ സെലക്ട് ചെയ്യും, പിന്നെ 25, പിന്നെ 15 പേര്. അപ്പൊ ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ പേര് അതിനകത്ത് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് വീട് കിട്ടത്തുള്ളൂ. അന്നേരം ജോസങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാൻ വേണ്ടിയിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അങ്കിളിന് മനസ്സിലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ വിശ്വാസികൾ, കമ്പിലും മാലൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്കിള് പറഞ്ഞു പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോ അങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് അതിനകത്ത് ഞങ്ങളുടെ ലിസ്റ്റിൽ പേര് വരാനും ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് ഒരു 5.5 സെന്റ് സ്ഥലവും അതിനകത്ത് ഒരു വീട് കൂടി ദാനം ചെയ്തു. അപ്പൊ ഓരോന്നായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനായിട്ട് തുടങ്ങി. അത്രയ്ക്ക് ഞങ്ങൾ ഭവനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അത് ഭവനം ഇല്ലാത്തവർക്ക് അതിന്റെ ഒരു വിഷമം അറിയത്തുള്ളൂ. അപ്പം ഒരു വലിയൊരു കൊടുങ്കാറ്റില് വലിയൊരു മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമായിട്ട് ചെറിയൊരു ഷെഡൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അതേ
കൂട്ടാണ് ഞങ്ങൾക്ക് ഈ ഭവനം കിട്ടിയപ്പോ ഒരു ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം അത്രയും പ്രതികൂലങ്ങൾ, എല്ലാവരുടെ എതിർപ്പിന്റെ നടുവില് ഞങ്ങൾക്ക് ദൈവം ആശ്വാസമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു ഭവനം തന്നു. അപ്പം അതും സ്ഥലവും ഭവനം കൂടിയാണ് തന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ആശ്വാസമായി. അങ്ങനെ ഞങ്ങൾ ഭവനത്തിലോട്ട് വന്ന് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനും അമ്മയും മാത്രമായി. അപ്പൊ ഞങ്ങള് ഒന്നുകൂടി ഒന്ന് ഒറ്റപ്പെടൽ, മറ്റേ അമ്മൂമ്മയും അപ്പൂപ്പനും അമ്മയുടെ അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് അമ്മ ജോലിക്ക് പോയി കഴിയുമ്പോൾ എന്നെ വീട്ടിലിരുത്തിയിട്ടും അടുത്തുള്ള വീട്ടുകാരോട് എന്നെ നോക്കാൻ പറയും. എപ്പോഴും അമ്മയ്ക്ക് എന്നെ കടയിൽ കൊണ്ടുപോയി ഇരുത്താനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലൊക്കെ ഇരുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലൊറ്റയ്ക്കായി. അപ്പോഴാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെടലിന്റെ ഇങ്ങനെ അവസ്ഥ മനസ്സിലാക്കി വരുന്നത്. ആ സമയത്ത് എനിക്ക് ഏജ് കൂടി വരുമല്ലോ, അപ്പൊ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയമായി. അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വിഷമവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ വരുന്ന സമയത്ത് 5ാം ക്ലാസ് ഒക്കെ ആയി. പിന്നെ ഞാനൊരു 7ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്കിന് അപ്പൊ ഞാൻ ഈ 3ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ പിന്നെ സ്കൂളിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ ഡയറക്റ്റ് അവരെന്നെ 4ാം ക്ലാസ്സിലോട്ട് ഇരുത്തുകയാണ്. അപ്പൊ എനിക്ക് 4ാം ക്ലാസ് എങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല, പഠിക്കുന്നതിന്റെ ബേസും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് ഒന്ന് പഠിച്ചു വരുന്നത്. അങ്ങനെ 5ഉം 6ഉം പഠിച്ചു വന്ന് 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ മന്ത്ലി പ്രോബ്ലംസ് വന്നു. അവിടുന്ന് എനിക്ക് പിന്നെയും ഈ അസുഖത്തിന് ബുദ്ധിമുട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഈ പീരീഡ്സിന്റെ ടൈമിലൊക്കെ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അത് ഒരു 6 മാസം 7 മാസം ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ആയിരിക്കും. എഴുന്നേക്കാനോ നിൽക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഒരു ഉച്ച വരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ മുതൽ എനിക്ക് ഹെവി ആയിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് കൂടി ഒരു 10 മിനിറ്റ് ഇടവിട്ട് എനിക്ക് വാഷ്റൂമിൽ പോകണം. അത്രയ്ക്കും ബ്ലീഡിങ്ങിനെ തുടങ്ങി. ബ്ലീഡിങ് വന്ന് ലാസ്റ്റ് ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നൈറ്റ് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു ആന്റി വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പൊ അവരും ജോലിക്ക് പോയിട്ടുണ്ട്, അവരും അങ്ങ് പോയി. അങ്ങനെ അമ്മയാണെങ്കിൽ പറഞ്ഞു 12:30 അലാറം വെച്ചു എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അമ്മ പറഞ്ഞു മോനെ നമുക്ക് ഒരു 1/2 മണിക്കൂർ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു 12 o'clock ഒക്കെ ആയപ്പോഴത്തേന് കിടക്കാൻ പോയ സമയത്ത് ഞാൻ അങ്ങോട്ട് കിടന്നു. അപ്പൊ തന്നെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയാൻ എഴുന്നേക്കുന്ന സമയത്ത് അമ്മ ഡോറ് തുറക്കുന്ന സമയത്ത് ഞാൻ അവിടെ എങ്ങും പിടിക്കാണ്ടാണ് നിൽക്കുന്നത്. ഞാൻ മറിഞ്ഞടിച്ച് താഴെ വീണ് സിമെന്റ് തറയാ. അപ്പം അമ്മ വിചാരിച്ചു അവിടെ എന്റെ തലയടിച്ച് എന്റെ തലയൊക്കെ പൊട്ടിപ്പോയെന്ന്. അത്രയ്ക്കും വലിയ സൗണ്ട് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീടെന്ന് പറഞ്ഞ അടുത്തടുത്ത വീടുകൾ. അപ്പം ഞാൻ ഈ വീഴുന്ന സൗണ്ട് അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മ കേട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങി. യേശുവെ രക്ഷിക്കണേ, യേശുവെ രക്ഷിക്കണേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അല്ലാതെ അമ്മ ആരെങ്കിലും ഓടി വായോ അങ്ങനെ പറഞ്ഞ് വിളിച്ചൊന്നും പോവില്ല. അമ്മ യേശുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അപ്പം അപ്പുറത്തെ വീട്ടിലെ ആ അമ്മ വിചാരിച്ചു അമ്മ പ്രാർത്ഥിക്കുമായിരിക്കും, നമ്മ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര ഒച്ചത്തില് പ്രാർത്ഥിക്കത്തില്ലല്ലോ, അത് ഇങ്ങനെ കരഞ്ഞ് ഇത്ര ഒച്ചത്തിൽ പ്രാർത്ഥിക്കത്തില്ല. അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് അമ്മ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ബ്ലഡിൽ കുളിച്ചിങ്ങനെ തറയിൽ കിടക്കും. അമ്മ എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് തരാൻ പറ്റത്തില്ല. കാരണം എന്നെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ താഴെ പോകും. അങ്ങനെ അമ്മ വിഷമിച്ച് നിൽക്കുക. വീട്ടിൽ ആരും ഇല്ല, ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അമ്മ വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഗിരിജ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് പെട്ടെന്ന് ഒരു ജ്യൂസ് അടിച്ചു തന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കിടന്ന് എനിക്ക് ഓർമ്മയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അന്നേരം അമ്മ പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിൽ വിളിച്ചു പറഞ്ഞു. ചർച്ചിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കിന് പാസ്റ്റർ പറഞ്ഞു പാസ്റ്റങ്ങളൊക്കെ അവിടുത്തെ അമ്മച്ചിക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കും, അപ്പം ചർച്ചിൽ നിന്ന് 2-3 പേരെ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ വിചാരം ഇവര് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേക്കും ഇവര് വണ്ടിയുമായിട്ടൊന്നും അല്ല വന്നത്, ജസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം എന്റെ സീരിയസ്നെസ് ഒന്നും ആർക്കും അറിയത്തില്ല. ഞങ്ങൾ ഈ വീട് കിട്ടി ഇവിടെ വന്നിട്ട് ഈ ചർച്ചിൽ കുറച്ചായതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാനിങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കാം. പിന്നെ അമ്മയുടെ പേരൻസിനെ വിളിച്ചു പറഞ്ഞു. അവര് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചോണ്ട് വന്നു രാത്രിയിൽ. അങ്ങനെ എന്നെ പെട്ടെന്ന് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർക്ക് എന്നെ കാണുന്നതേ പേടി. അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോവേ വേണ്ട, ബ്ലീഡിംഗ് ആയിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവേ വേണ്ട, നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ട്രിവാൻഡ്രം വരെ എത്താൻ ഭയങ്കര പാടാ.
അങ്ങനെ ചിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അമ്മയ്ക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് എന്നെ നോക്കി, എന്റെ ശരീരത്തിൽ ബ്ലഡ് ഇതേകൂട്ട് 3 ഉള്ളൂ, അതും ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. അപ്പൊ അവര് പറഞ്ഞു എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി. അപ്പം ദൈവം സഹായിച്ച ആദ്യം ഞങ്ങൾ അവിടെ എനിക്ക് ഈ പല്ലിന്റെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് അവിടെ ഫാക്ടറേറ്റ് ഇല്ലായിരുന്നു. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ അവർ ഫാക്ടറേറ്റ് അവിടെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ അതിന് അന്ന് 50,000 രൂപയാ. ഒരു ബോട്ടിലിൽ ഇച്ചിരി ഉള്ളു, ചെറിയൊരു ലിക്വിഡ് ആ ഒരു മരുന്ന്. അപ്പൊ അതിന് ഭയങ്കര വിലയാ. അപ്പൊ അങ്ങനെ അവരവിടെ ട്രിവാൻഡ്രത്ത് വരുത്താൻ തുടങ്ങി. അങ്ങനെ അവിടെ എന്നെ കൊണ്ടുപോയി അവർ ആദ്യം മുതൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എന്റെ വിചാരം, നേരത്തെ എനിക്ക് അമ്മ ഇങ്ങനെ എന്റെ ഈ പല്ലിന്റെ ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഓരോരുത്തരോട് പറയുമ്പോൾ എന്നോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്റെ വിചാരം, എനിക്ക് ഇതും ഈ മന്ത്ലി പ്രോബ്ലംസ് എനിക്ക് എന്തോ വലിയൊരു അസുഖം, അത് എന്നോട് പറയാത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി, അതിന്റെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോഴും അവരും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം എന്നെ ഐസിയുവിലും ലേബർ റൂമിലും ഒക്കെ കിടത്തിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടി, ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളും, എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ മുതല് എന്റെ സ്റ്റഡീസ് എനിക്ക് അവിടെ ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ എനിക്ക് ഫാക്ടറേറ്റ്, പിന്നെ അവിടെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഡോക്ടർ സുജാത മേഡം, ഹെമറ്റോളജി ഡോക്ടർ ഹരീഷ്ണൻ ഡോക്ടർ. ദൈവം ഇത്രയും പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് അപ്പുറത്ത് ആശ്വാസമായിട്ട് ആരെങ്കിലും ഒരാളെ ദൈവം നമുക്ക് കരുതിയേക്കും. ദൈവം നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യത്തില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരത്തില്ല. പക്ഷെ നമുക്ക് ആ കഷ്ടത വരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല, ദൈവം നമ്മളെ കരുതുന്നില്ല, ദൈവം നമ്മളെ ഇനി ഒരിക്കലും നമ്മളെ കെയർ ചെയ്യത്തില്ല, നമ്മളെ അവോയ്ഡ് ചെയ്തെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല, ദൈവം നമ്മളെ പണിയും ഓരോ ദിവസം. അങ്ങനെ ഞാൻ അവിടെ വിഷമിച്ചു. എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റാണ്ടായി. ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ 2 മാസം ഒക്കെ സ്കൂളിൽ പോകാറുള്ളൂ, വേറെ ഒന്നും ഞാൻ പോകത്തില്ല. ഞാൻ ഓരോ ചാപ്റ്റർ, എനിക്ക് ഈ മാത്സിന്റെ ബേസ് ഒന്നും, എനിക്ക് മാത്സ് എങ്ങനെ പഠിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. കാരണം അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ചില ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. ഇപ്പൊ ട്രിഗ്നോമെട്രി ഒക്കെ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കിന് എഴുതി വെക്കും, ഇത് നല്ലതായിട്ട് എനിക്ക് ഈ ചാപ്റ്റർ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്ത് വെക്കും. പക്ഷെ പിന്നെ ഞാൻ ആ സ്കൂളിൽ ചെല്ലുന്നത് ഈ ചാപ്റ്ററും കഴിഞ്ഞ് അടുത്ത 2-3 ചാപ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെയും എനിക്ക് ദൈവം ഒരു ഫ്രണ്ടിനെ തന്നു, സിജിൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവള് എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അവൾ എനിക്ക് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു തരുകയും അങ്ങനെയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടായി. ഇപ്പോഴും എന്നെ ഭയങ്കര കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതലായിട്ട് വല്ല ഫ്രണ്ട്ഷിപ്പോ ഒന്നും ഇല്ല. വീട്ടിൽ തന്നെ ഒറ്റയ്ക്കായി. ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ വിഷയം കൂടി വന്നപ്പോഴത്തേന് ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ അമ്മയ്ക്ക് ജോലിക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഫുഡ് എടുത്തു തരാനൊന്നും വീട്ടിൽ ആരും ഇല്ല. അങ്ങനെ ഈ ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ എവിടെയെങ്കിലും തല ഇറങ്ങി വീഴും, അങ്ങനെയൊക്കെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ജോലിയൊന്നും കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 1 മാസമൊക്കെ കട അടച്ചിട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ അടച്ചിട്ട ദിവസത്തിന്റെ വാടകയൊക്കെ കൊടുക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ തയ്യലാകുമ്പോൾ നമ്മൾ അടച്ചിട്ട് അത്രയും ദിവസം പിന്നെ അത് ഓക്കെ ആയിട്ട് വരാൻ കുറച്ച് മാസങ്ങൾ എടുക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കടയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും ഓരോ പ്രയാസങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് വന്നു. അവിടുന്ന് ഞങ്ങള് ഒത്തിരി കഷ്ടതയിലേക്കാണ് പോയത്. ഓരോ ദിവസം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നല്ല ഫ്രൂട്ട്സും ഫുഡും കാര്യങ്ങളൊക്കെ തരണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് പറ്റുന്നുമില്ല എനിക്ക് തരാന്. അപ്പൊ ഓരോരുത്തർ പറയാം അത് കഴിക്കണം, ഇത് കഴിക്കണം, അത് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി അറിയാം എനിക്കത് മേടിച്ച് തരണം എന്നറിയാം. പക്ഷെ അതിനുള്ള ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ അമ്മയ്ക്കില്ല. അമ്മ പിന്നെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും, എന്ത് കഴിച്ചാലും അതിൽ നിന്ന് ദൈവം ബലപ്പെടുത്തണമെന്ന് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓരോ കഷ്ടതയിലൂടെ ഇങ്ങനെ നടന്നു. എനിക്ക് ഒരു വട്ടം ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വീട്ടില് വെള്ളം കോരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫ്രണ്ടിൽ ആൾക്കാർ കാണും. അപ്പം അമ്മ എനിക്ക് ഫുഡൊന്നും തരാനില്ല. അപ്പൊ ഞാന് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കത്തില്ല, എനിക്കിഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു ഒരു സാധനം തരാൻ, തിന്നാവോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു വിശപ്പിന്റെ ഇതിൽ പറഞ്ഞു എന്ത് തന്നാലും ഞാൻ തിന്നാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയിട്ട് എന്തോ ഒരു പുഴുക്ക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതെനിക്ക് കൊടുത്തന്നു. എന്നിട്ട് അമ്മ അത് മേടിച്ചിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് മുളക് ചാറ് ഒഴിച്ചു. അപ്പം ഈ ദൂരെ
നിന്ന് ഒരാൾ കണ്ടാൽ വിചാരിക്കും ചോറാന്ന് വിചാരിക്കും, വെള്ള കളറായോണ്ട് ചോറിന്റെ മണ്ടിക്ക് കറി ഒഴിച്ചാന്ന് വിചാരിക്കും. അപ്പൊ ഈ വെള്ളം കോരാൻ വരുന്ന ചിലപ്പോ അവരകത്ത് കയറി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്തോ ഒരു അമ്മ എനിക്ക് ഇങ്ങനെ പൊടിച്ചിങ്ങനെ ഇട്ട് തന്നത് കാര്യം. അതേ കൂട്ടേനെ ഒരു ആന്റി കയറി വന്നപ്പം ദൂരെ നിന്ന് നോക്കുമ്പോ ചോറാ. ഞാൻ രമ്യമോൾ ഇപ്പൊ ചോറ് കഴിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നു. ഞങ്ങൾക്ക് അന്ന് ഏറ്റവും ആശ്വാസം എന്ന് പറയുന്നത് റേഷൻ കടയില് അരി കിട്ടും, ചാക്കരി. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആശ്വാസം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാരണം ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഈ അരി കഴിച്ചു മടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റേഷൻ കടയിൽ കുത്തരി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ചിലപ്പോ ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കുത്തരി ആക്കിയെന്ന് ഞങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായി. എനിക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് ശരീരത്തിൽ ബ്ലഡ് വേണം, പക്ഷെ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പലപ്പോഴും ഇങ്ങനെ വിഷമത്തോടെ ആരും നമ്മളെ ഒന്ന് സപ്പോർട്ട്, ഒരു വാക്കുകൊണ്ട് പോലും നമ്മളെ ഒന്നും എന്താ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ. അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം ഇതൊക്കെ ആയപ്പോഴത്തേക്കിന് ഈ ഒരു സമയം മുതൽ ഞാനും ഒരു മെന്റലി ഡൗൺ ആവാനായിട്ട് തുടങ്ങി. അപ്പൊ എല്ലാവരും, ചില ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് പറയും, ഞാൻ കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത, ഞാൻ കാരണം അമ്മ ഇങ്ങനെ ആയത്, എന്റെ അസുഖം കൊണ്ട് അമ്മയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യവും ഒരു വിഷമം തോന്നാനായിട്ടിടയായി. കാരണം ഞാൻ കാരണമാണല്ലോ എന്നൊരു ചിന്ത എനിക്ക് തോന്നാനായിട്ടിടയായി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ സ്കൂളിൽ പോയും എങ്ങനെയൊക്കെ എക്സാം എഴുതി ഞാൻ +1 + 2 ആയി. അപ്പം +2 കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്തൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണമല്ലോ, അടുത്തൊരു നമ്മളൊരു കോഴ്സ് എടുക്കണം. അപ്പൊ ആ ഒരു ടൈം ആയപ്പോഴത്തേന് എനിക്ക് നഴ്സിംഗ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കാരണം ഞാൻ ഈ കുഞ്ഞിലെ മുതൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നഴ്സുമാരും ഡോക്ടർമാരും മാത്രം. അപ്പം ഞാൻ ബോംബെയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കാരണം എന്നെ ആരും സ്നേഹിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. അമ്മയ്ക്ക് പോലും ഈ ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷമം ബുദ്ധിമുട്ട് കാരണം ആ ഒരു ദേഷ്യവും ഇതൊക്കെയാ ഇങ്ങനെ. അപ്പൊ ഇടയ്ക്കൊക്കെ സ്നേഹിക്കാനൊക്കെ പറ്റത്തുള്ളൂ, ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന സമയത്ത് നഴ്സുമാരും ഡോക്ടർമാരും നല്ലതായിട്ട് കെയർ ചെയ്യും. അവർക്ക് ഭയങ്കര സ്നേഹം, ഗിഫ്റ്റ് തരും, ചോക്ലേറ്റ് തരും. അപ്പൊ എന്റെ വിചാരം ഈ ലോകത്തിൽ സ്നേഹിക്കാൻ അറിയാവുന്നത് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മാത്രമേ ഉള്ളൂ, അവരെ സ്നേഹിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് കേരളം എന്ന് പറയുന്നത് ഇഷ്ടമല്ല. കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ ആദ്യമായിട്ട് കരയുന്നതാണ് നമ്മുടെ സഹോദരൻ മരിച്ചപ്പോഴത്തേക്കിന്. അപ്പം എന്റെ വിചാരം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കരയും എന്നൊക്കെ ഒരു ചിന്തയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ സിറ്റുവേഷൻ കേരളത്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ അവസ്ഥ അനുസരിച്ചാണ് നമുക്ക് ചിരിക്കാനും കരയാനും എല്ലാം പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതേകൂട്ട് ബോംബെയിൽ എപ്പോഴും എനിക്കിങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ എപ്പോഴും വണ്ടിയിലൊക്കെ കൊണ്ടുപോകത്തുള്ളൂ. കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നാട്ടിൽ വന്നപ്പോ നടക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും റോഡിൽ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്നേരം എല്ലാരും നോക്കും ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോന്ന്. ഞാൻ ഇരുന്ന് കരയാം, എനിക്ക് ഇപ്പൊ ബോംബെ പോകണം, എനിക്ക് നടക്കാൻ വയ്യ, ബോംബെ പോയാൽ വണ്ടി പോവാം. അപ്പൊ എന്റെ വിചാരം ബോംബെയിലാണെങ്കിൽ വണ്ടി പോവും, കേരളത്തിലാണെങ്കിൽ നടന്നു പോകും. അതാണ്. പിന്നെ അതും എനിക്ക് മനസ്സിലായി, എവിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി പോകാൻ പറ്റും. ഇതൊക്കെ എനിക്ക് പയ്യെ മനസ്സിലായിട്ട് വരുന്നത്. അങ്ങനെ ഭയങ്കര വാശിയായിരുന്നു, എനിക്ക് ഇന്ന സാധനം വേണം. കാരണം ബോംബെ വെച്ച് ഞാൻ എന്താ പറഞ്ഞാലും അപ്പ എനിക്ക് അന്നേരം തന്നെ മേടിച്ചോണ്ട് വരും. അഥവാ മേടിച്ചോണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഇപ്പൊ എനിക്കത് മേടിച്ചോണ്ട് തരും. അപ്പം എനിക്കും ഭയങ്കര വാശിയായി. പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ, അമ്മയ്ക്ക് ഞാൻ വാശി പിടിക്കുന്ന അനുസരിച്ച് എനിക്ക് മേടിച്ച് തരാൻ പറ്റത്തില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അതനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഈ +2 സമയമായപ്പോഴത്തേന് എനിക്ക് നഴ്സിംഗ് മാത്രം മതി, വേറൊന്നും ഞാൻ പഠിക്കത്തില്ല. അന്നേരം അമ്മയ്ക്ക് അതിനോട് ഒരു താല്പര്യമില്ല. അമ്മ പറഞ്ഞു, മോന്റെ ഹെൽത്ത് വൈസ് അത് പഠിക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും നമുക്ക് സാധാ ബികോമോ വല്ലതും എടുത്ത് പഠിക്കാം. അപ്പം ഈ +2 റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ പാസ്സാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. 10ലാണെങ്കിലും +2 ഈ ടീച്ചേഴ്സ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ഇത്ര A+ കിട്ടുന്നവർ. അവരുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഈ കുട്ടിക്ക് ഇത്ര A+ കിട്ടും, ഇത്ര പേര് ജയിക്കും എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഫെയിൽ ആവുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം ഉള്ളത് 10ലും +2നും എന്റെ പേരായിരുന്നു. കാരണം ഞാൻ സ്കൂള് കണ്ടിട്ടില്ല, ശരിക്കും പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. അപ്പം പോകുന്ന സമയം പോലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ഒരു ആവറേജ് പോലും പഠിക്കാത്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം ഫെയിൽ ആവുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ദൈവത്തിന്റെ കൃപയാൽ SSLC എനിക്ക് പാസ്സാവാൻ പറ്റി. +2 എത്തിയപ്പം +2 ഞാൻ എങ്ങനെയോ പാസ്സായി. അപ്പൊ ഈ പാസ്സായെന്നൂടി അറിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് നഴ്സിംഗ് മാത്രം മതി.
അപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നഴ്സിംഗ് ആണ് പഠിക്കാൻ പോകും. അപ്പൊ നാട്ടില് ഇത് നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര പൈസയൊക്കെ ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വിശ്വാസത്തിലുള്ള ഒരു ചേച്ചിയും ഒരു അച്ഛൻ വഴി ഞങ്ങൾ ബാംഗ്ലൂർ ഒരു കോളേജ് പരിചയപ്പെട്ടു. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. എന്റെ നിർബന്ധപ്രകാരം വേറെ ആരും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. ആർക്കും ഇഷ്ടമല്ല ഞാൻ നഴ്സിംഗ് പഠിക്കുന്നു. എല്ലാവരും എതിർപ്പാ പഠിക്കുന്നതിനോട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പഠിക്കണമെന്ന് വെച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ബാംഗ്ലൂർ പോയി ജോയിൻ ചെയ്തു. കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങനെ വയ്യാണ്ട് ബ്ലീഡിങ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിരുന്നു. അവിടെ ഞാൻ പോസ്റ്റിങ്ങിന് ഒരു ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സീരിയസ് ആയിട്ട് വന്നത്. അപ്പൊ 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്നു. സ്റ്റുഡൻസ് അങ്ങനെ ഡ്യൂട്ടി ചെയ്തോണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ പേഷ്യന്റ് കിടക്കേണ്ട ബെഡിൽ ഞാൻ കയറി കിടന്നു. അതായിപ്പോ എന്റെ ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങളിങ്ങനെ വിഷമിച്ച് നാട്ടിൽ വിളിച്ചു പറഞ്ഞു. പ്രിൻസിപ്പളൊക്കെ അമ്മയോട് സംസാരിച്ച് അമ്മ കോളേജിൽ വന്നു. കോളേജിൽ വന്നപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു എന്നെ ഇനി അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവർ ശരിക്കും പേടിച്ചു പോയി. കാരണം ഈ ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി അവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നേ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പ്രിൻസിപ്പൽ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്നോട് നല്ലതായിട്ട് ഷൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്നോട് ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ അവിടുത്തെ യൂണിഫോം ഇട്ടേന് വരെ എന്നെ പ്രിൻസിപ്പൽമാർ വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്റെ ഉള്ളില് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിന് എല്ലാവരും എങ്ങനെ ഫേസ് ചെയ്യും. ചർച്ച ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും എതിർപ്പ്. ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞ് പോയ സ്ഥാനത്തെല്ലാം നിർത്തി വരുമ്പോഴത്തേക്കിന് എല്ലാവരും കുറ്റപ്പെടുത്തലുണ്ടല്ലോ. എല്ലാവരും പറയും ഞങ്ങൾ പറഞ്ഞല്ലേ പോവണ്ട, എന്നിട്ട് പോയില്ലേ, അതുകൊണ്ട് എങ്ങനെ വന്നേന്നൊക്കെ പറയും. അങ്ങനെ ലാസ്റ്റില് ഞാൻ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓർത്ത് ട്രെയിനിൽ വല്ലതും വന്നാലോ, വരുന്ന സമയത്ത് ആക്സിഡന്റൽ ഡെത്ത് അങ്ങനെ എന്തെങ്കിലും ആയി. കാരണം എനിക്ക് ആരും ഫേസ് ചെയ്യാൻ വയ്യ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ട്രെയിനിൽ വരാം. അന്നേരം അമ്മ പറഞ്ഞു വേണ്ട അമ്മ ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞ അമ്മ ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാൻ അവിടെ ഞങ്ങൾക്ക് പ്രെയർ ഉണ്ടായിരുന്നു. നല്ലൊരു കോളേജായിരുന്നു. അവിടെ പ്രെയർ ഉള്ള ഒരു കോളേജായിരുന്നു. അവിടെ ഞങ്ങൾക്ക് സാറ്റർഡേ പ്രെയർ ഉണ്ട്, സൺഡേ പ്രെയർ ഉണ്ട്, പിന്നെ ഞങ്ങൾ വെനസ്ഡേ കൂടി പ്രെയർ ആക്കിയായിരുന്നു. അപ്പൊ അവിടുത്തെ സീനിയേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ട് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്. നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. എല്ലാവരും എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ ഹെൽത്ത് വൈസ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങോട്ട് നാട്ടിൽ വരുന്നതിന് ഒരു 2 ദിവസം മുന്നേ അവിടെ പ്രെയറിന് വരുന്ന ഒരു പാസ്റ്റങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളെ ഞാൻ ഇതേ കൂട്ട് നാട്ടിൽ പോവാ, ഡിസ്കണ്ടിന്യൂ ചെയ്യുവാന്ന് പറഞ്ഞു. അന്നേരം അങ്കിള് പറഞ്ഞു പിന്നെ ഒരിക്കലും രമ്യ പോവരുത്, എന്നെ കണ്ടിട്ടേ പോവാമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ സൺഡേ പ്രെയറിന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ സൺഡേയിലെ പ്രെയറിന് പോയി. പ്രെയറിന് പോയപ്പോഴത്തേന് അങ്കിൾ എന്നോട് സംസാരിച്ചു ഡിസ്കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റുമോ. ഞാൻ പറഞ്ഞു ഇല്ല അങ്കിൾ, എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ തിരിച്ചു മേടിച്ചു. അപ്പൊ അങ്കിൾ പറഞ്ഞു സാരമില്ല, ദൈവം വേറൊരു വഴി ഒരുക്കി തരും. അന്ന് അവിടെ വേറൊരു കോളേജിൽ അങ്കിൾ എന്നെ കൊണ്ടുപോയി. അവിടെ അങ്കിള് ഈ പോകുന്ന വഴിക്ക് എന്നോട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ അങ്കിള് കോളേജിൽ എത്തിയപ്പോ എന്നോട് പറഞ്ഞു ഇന്ന് മെസ്സേജ് പറയുന്നത് രമ്യ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്കിളെ എനിക്ക് അറിയത്തില്ല, ഒന്നാമതെ ഞാൻ മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുക, ഈ കോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ. എനിക്ക് അവിടെ പോയി സ്റ്റുഡൻസിനെ കാണാനൊന്നും ഫേസ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പൊ അങ്കിള് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, രമ്യ വേണം മെസ്സേജ് ചെയ്യാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ എങ്ങനെയോ ഞാൻ അവിടെ മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു ചേച്ചി ഞാൻ ഓർത്തഡോക്സിന്ന് വിശ്വാസത്തിൽ വന്നതാ, എന്റെ പപ്പയും മമ്മിയും ഒക്കെ വിശ്വാസത്തില. പക്ഷെ ഇവിടെ വന്ന് ഈ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്തോ ദൈവത്തിന് ഒരു അകൽച്ച ഉണ്ടായി. എനിക്ക് ചേച്ചിയുടെ സാക്ഷ്യം കേട്ടപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെയും യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി എന്നെ സ്വീകരിക്കുമോ ദൈവം, ഇനി എന്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. ആ ഒരു ചോദ്യം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മോളെ ദൈവം സ്വീകരിക്കും, ദൈവം നമ്മളെ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാനിടയായി. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി, ആരെയും എനിക്ക് കാണണ്ടെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയോ ഈ നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച കൂട്ട് തന്നെ എല്ലാവരും ചോദ്യങ്ങളും കാര്യങ്ങളും, എനിക്ക് ഒട്ടും പറ്റത്തില്ല ഒരവസ്ഥ. പിന്നെ എനിക്ക് ബ്ലീഡിങ് എനിക്ക് കൂടി. അങ്ങനെ എനിക്ക് പിന്നീട് ഒരു സമയത്ത് വയറ്റിനകത്ത് ഒരു സിസ്റ്റ് പോലെ വന്നിട്ട് എനിക്ക് ഭയങ്കര പെയിനായിട്ട് എനിക്ക് അനങ്ങാൻ വയ്യ. ഞാൻ കട്ടിലേന്ന് എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. ഒരു ഒച്ച ചുരുളുന്നതിന്റെ കൂട്ടി ഞാൻ അവിടെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നു. അപ്പൊ ബാത്റൂമിൽ നിന്നൊക്കെ ഞാൻ കയറി വരുന്നത് മുട്ടയിലഴഞ്ഞ, എനിക്ക് നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും എന്റെ
നെക്ക് മുതൽ കാല് വരെ സ്വെല്ലിങ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര വണ്ണിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓപ്പറേഷൻ എല്ലാം തീരുമാനിച്ചു. രാത്രി 10:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്യണം. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാല് എന്റെ അത് ഫുള്ള് ബ്ലീഡിങ് ആയിട്ട് ഞാൻ അപ്പോഴേ മരിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ SIT, ഹെമറ്റോളജി, മെഡിക്കൽ കോളേജ്, ഈ 3 ഡിപ്പാർട്ട്മെന്റും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് വന്നാൽ മാത്രമേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടേഴ്സ് അമ്മയോട് പറഞ്ഞു SITയിലെ ഡോക്ടർമാരെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പം അമ്മ ഈ പോയിട്ട് ഡോക്ടർമാരോട് സംസാരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മ റോഡിൽ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ എനിക്ക് ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ അമ്മയുടെ സഹോദരിയുടെ ഹസ്ബൻഡ് ഒക്കെ വരുമായിരുന്നു. പിന്നെ അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ 1 മാസമൊക്കെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ അവർക്ക് അത്രയും ദിവസം വന്ന് നിൽക്കാൻ പാടില്ല. പിന്നെ അമ്മ തന്നെ പറഞ്ഞു അമ്മ തന്നെ നിന്നെ കൊണ്ടുപോക്കണം. അപ്പൊ ഒരു വട്ടം ഒരു ബ്ലഡ് ടെസ്റ്റിന് കയ്യില് 10-20 കുപ്പിയായിട്ട് അമ്മ പോകുന്നത്. അത് ഓരോ ലാബിലും ഒക്കെ ആയിട്ട് ഓടി നടക്കണം. ആ സമയത്ത് എന്റെ അടുത്ത് ആരുമില്ല. ഓരോ ബെഡിലും പേഷ്യന്റിന്റെ അടുത്ത് ഒരു 3-4 പേരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ICUവിലാണെങ്കിൽ ICUവിന് പുറത്ത് ആൾക്കാർ കാണും, ഹോസ്പിറ്റലിന് പുറത്ത് ആൾക്കാർ കാണും. പക്ഷെ എന്റെ കൂടെ അമ്മ മാത്രമേ ഉള്ളൂ. പുറത്തായിട്ടും അകത്തും എല്ലാം അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ വേണം ഇത് ഫുൾ ഇങ്ങനെ ഓടി നടന്നെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ SITയിൽ ഡോക്ടർമാരോട് പോയി സംസാരിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. രാത്രിയിലാ. ആ ഒരു സമയത്ത് അങ്ങനെ പോലീസുകാർ, അവിടെ ഉള്ള ഓട്ടോക്കാരൊക്കെ വന്ന് ചോദിച്ചു എന്താ പറ്റി, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് പല്ലിന്റെ വിഷയമുള്ളപ്പം ദൈവം ഓപ്പറേഷൻ കൂടാതെ കത്തി എന്റെ ശരീരത്തിൽ വെക്കാതെ വിടുവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ എന്നിൽ നിന്ന് മാറ്റി തരണം, ഓപ്പറേഷൻ കൂടാതെ എനിക്കൊരു വിടുതൽ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ ഈ വയറാണെങ്കിൽ 50 സെന്റിമീറ്റർ ഇങ്ങനെ വീർത്തിരിക്കുക. അങ്ങനെ ഈ SIT അമ്മ എന്റെ അടുത്ത് വരുന്നതിന് മുന്നേ ഡോക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് എന്റെ വയറ്റ് തൊട്ട് നോക്കിയപ്പോഴത്തേക്കിന് എന്റെ വയറൊക്കെ ചുട്ടി 24 സെന്റിമീറ്റർ ഉള്ളു, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന വയറ്. അപ്പം PG ഡോക്ടേഴ്സിനെ മെയിൻ ഡോക്ടേഴ്സ് വഴക്ക് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവര് നോക്കിയതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, മോളെ മുന്നേ നോക്കിയപ്പോ 52 തന്നെ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ വയറ് ചുട്ടി, എങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് എന്റെ അടുത്ത് ഡോക്ടേഴ്സ് എല്ലാം നിൽക്കുന്നു. അപ്പം അമ്മ വന്നപ്പോഴത്തേനും ഡോക്ടർമാർ പറഞ്ഞു ഇനി ഓപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല, മോളുടെ വയറെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അമ്മ അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാല് എല്ലാരും പറയും ഫാക്ടറായിട്ടൊക്കെ എടുത്ത് ചെയ്യാന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞാലുള്ള സിറ്റുവേഷന് ഡോക്ടേഴ്സിനും അറിയാം, അമ്മയ്ക്കും അറിയാം. അപ്പൊ അതനുസരിച്ച് അമ്മ പ്രാർത്ഥിച്ചു. അന്നേരം ദൈവം എനിക്ക് അവിടെ ഒരു വലിയൊരു വിടുതൽ തന്നു. അങ്ങനെ അങ്ങനെ ഒരു 3-4 വട്ടം ദൈവം ആ ഓപ്പറേഷനിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കാൻ ഇടയായി. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് പിന്നെ എനിക്ക് ഓരോരുത്തരുടെ ചോദ്യം, ഇങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളും, എനിക്ക് മുന്നോട്ട് എന്റെ പ്രതീക്ഷ എല്ലാം നഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ബ്ലീഡിംഗ് ആയിട്ട് എന്റെ വീട്ടിൽ ഇരിക്കാൻ മാത്രമായിരിക്കും എനിക്ക് പറഞ്ഞേക്കുന്നത്, വേറൊരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇനി പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് പോയി പഠിച്ചോണ്ടാ എനിക്ക് എന്റെ പഠിത്തം നിർത്തേണ്ടി വന്നേന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് 6 മാസം വീടിനടുത്ത് തന്നെ ഒരു സെന്ററിൽ പോയി. അവിടെയും ഈ എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ട് വന്നിട്ട് ആ എക്സാമും എനിക്ക് എഴുതാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എല്ലാവരും പറഞ്ഞു അങ്ങ് ദൂരെ പോയി പഠിച്ചുകൊണ്ടാണ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ. പക്ഷെ എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്ത് പഠിക്കാൻ പോയിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊരു ചെറിയൊരു കോഴ്സ് പോലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, ഞാൻ അവിടെ നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ നിൽക്കുന്ന സമയത്ത് റെക്കോർഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ റെക്കോർഡൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കരയും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പോയതായിരുന്നു. അപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ അനാട്ടമിയുടെ റെക്കോർഡിന് അതൊക്കെ വരച്ച ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ
ഓരോ സിസ്റ്ററിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് നിർത്തേണ്ടി വന്നല്ലോ, എനിക്ക് നിർത്തേണ്ടി വന്നല്ലോ. ആ ഒരു വിഷമം എപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ മടി, ഞാൻ ആരോടും അങ്ങനെ മിണ്ടാറില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞിലെ VBSന് പോകുമായിരുന്നു. അപ്പം ആ VBSന് പോകുന്നിടത്ത് ഒരു പാസ്റ്റങ്ങള് എന്നെ എപ്പോഴും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ദിവസം പാസ്റ്റങ്ങള് രാവിലെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തോടുക്ക? അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ ഇരിക്കുവാ, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ. അപ്പൊ അങ്കിൾ പറഞ്ഞു, ഒരു 10-20 മിനിറ്റ് തരാം, പെട്ടെന്ന് റെഡി ആയിട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാന് റെഡിയായി പാസ്റ്ററുടെ കൂടെ പോയി. അപ്പം തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, VBSന്റെ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടില് ചൈൽഡ് ഇവാഞ്ചലിസത്തിന്റെ ക്ലാസ് നടക്കും. 10 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അതിന് പോയി. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഈ നിർത്തി വന്ന ആ ഒരു സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ദിവസം വന്ന് പാസ്റ്റർ എന്നോട് വന്നിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ പാസ്റ്ററുകൾ എന്നോട് പറഞ്ഞു, ദൈവം ഒരു ഗ്രാജുവേഷൻ തരും, അതിനെ നിസ്സാരമായിട്ട് കാണല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, പിന്നെ +2 കഴിഞ്ഞ് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റില്ല, ഈ നഴ്സിംഗ് സ്റ്റോപ്പ് ആക്കിയിരിക്കുന്ന എനിക്ക് ആര് ഗ്രാജുവേഷൻ തരാനാ? വീട്ടിൽ ബ്ലീഡിംഗ് ആയിട്ട് കുത്തിയിരിക്കുന്ന എനിക്ക് ആരും ഗ്രാജുവേഷൻ തരത്തില്ല, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ട് വല്ല എന്തെങ്കിലും ഗ്രാജുവേഷൻ കിട്ടുവാണെങ്കിലുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ അതിനെ ഇങ്ങനെ കഴിയും. അപ്പൊ തന്നെ പാസ്റ്റങ്ങൾ എന്നോട് പറഞ്ഞു, ദൈവം മോള് വിചാരിക്കുന്നുണ്ടായിരിക്കും നടക്കത്തില്ല എന്ന്, പക്ഷെ ദൈവം നടത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റങ്ങൾ എനിക്ക് ഒത്തിരി ഉറപ്പും കാര്യങ്ങളും വചനങ്ങളും ഒക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പം പാസ്റ്റങ്ങൾ എന്നോട് ചോദിച്ചു, ദൈവം മോളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരത്തെ എന്റെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന എനിക്കൊരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റങ്ങൾ എന്നെ ഒരു കൈ വയ്യാത്ത ഒരാൾ ഹീലിംഗ് ആവുന്നതിന്റെ ഒരു വീഡിയോ കാണിച്ചു. എന്നോട് ചോദിച്ചു, ഇപ്പൊ വിശ്വാസമുണ്ട്? ഞാൻ പറഞ്ഞു, ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എനിക്കൊരു വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഞാനെല്ലാം എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ. എനിക്ക് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ, അപ്പൊ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു. അതിനും പാസ്റ്ററുകൾ പറഞ്ഞു, മോൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, മോളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അങ്കിള് പറഞ്ഞു, മോള് സുവിശേഷ വേല ചെയ്യണം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പം വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ സുവിശേഷ വേല ചെയ്യണമെന്ന് പറയുന്നു, പക്ഷെ അതെങ്ങനെ ചെയ്യണം, ആരോട് ചോദിക്കണം ഒന്നും എനിക്കറിയത്തില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കത്തുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. ദൈവത്തിന്റെ ഹിതമാണെന്നുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴികളെ തുറന്നു തന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാസ്റ്റങ്ങൾ എന്നെ ഈ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നത്. അപ്പോ അവിടെ വെച്ചിട്ട് എനിക്ക് ചൈൽഡ് ഇവാഞ്ചലിസം ട്രെയിനിങ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഗ്രാജുവേഷൻ ലഭിക്കാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അന്ന് പാസ്റ്റങ്ങൾ പറഞ്ഞ കാര്യം ഗ്രാജുവേഷൻ കിട്ടും, അതിനെ ചെറുതായിട്ട് കാണരുതെന്ന്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞാൻ VBSന്റെ ഡയറക്ടേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിനൊക്കെ പോകാനായിട്ട് ഇടയായി. അവിടുന്ന് പിന്നെ VBSൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അത് എന്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തി. കാരണം അത്രയും നാൾ നമുക്ക് സന്തോഷിക്കാനോ നമുക്ക് ഒന്നുമില്ല, പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ ആ ഒരു സ്നേഹവും, എനിക്ക് ദൈവവചനം പഠിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകൾ, ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റുമ്പോൾ എനിക്കും എന്റെ ഉള്ളിലും ഒരു ചേഞ്ചസ് വരാൻ തുടങ്ങി. നേരത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറയും, ഈ അസുഖത്തിന് മരുന്നൊന്നുമില്ല, എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാവരുടെ സ്നേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറയും. പക്ഷെ എനിക്ക് കുഞ്ഞിലെ പോലെ ഈ കാര്യങ്ങൾ കിട്ടിയിട്ടേ ഇല്ല, എപ്പോഴും വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ VBS എനിക്ക് ഭയങ്കര സന്തോഷം തന്നു. അങ്ങനെ ഞാൻ എല്ലാ വർഷവും VBS ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്ന് ഹാപ്പി ആയിട്ട് വന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയത്താണ് 2019 ലാസ്റ്റ് ഒക്കെ 20 ആ സമയത്ത് കൊറോണ വരുന്നത്. അങ്ങനെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ആ വട്ടത്തെ VBSനൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഏപ്രിൽ മാസം ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ബ്ലീഡിങ് വന്ന് ഹെവി ആയിട്ട് പിന്നെ എനിക്ക് സീരിയസ് ആയി. എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര സീരിയസ് ആയി. ആ സമയത്ത് അമ്മയ്ക്ക് ഈ ബ്രീതിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്, ശ്വാസമുട്ടലിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് കൊറോണ വരും. കൊറോണ വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അത് ജീവൻ ആപത്താ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഹോസ്പിറ്റലിൽ പോകണ്ട, കാരണം അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും. അന്ന് ആ സമയത്ത് പേഷ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ മരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പോകണ്ട,
ദൈവം എനിക്ക് എന്തുവാണോ എന്റെ ജീവിതത്തിൽ ബ്ലഡ് പോയി എന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടമായി ഞാൻ മരിക്കാൻ ഇടയാവുകയാണെങ്കിൽ ആവട്ടെ, എനിക്കത് സന്തോഷമാ, ഞാനത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. എനിക്കൊരു വിഷമവും ഇല്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ബ്ലീഡിങ് കൂടി. എനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല. ഞാൻ കട്ടിലേൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ അമ്മ എന്റെ അടുത്ത് വന്നിങ്ങനെ ഒച്ചത്തിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഈ ബ്ലഡ് ഒക്കെ എന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടമായി കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും ഭയങ്കര ഇറിറ്റേഷനാണ്. ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടും. ജസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കയറിയാലോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ ടെൻഷൻ അടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ അടുത്ത് വന്നിരുന്ന് കരയണ്ട, മാറിയിരുന്ന് കരയാൻ പറഞ്ഞു. അങ്ങനെ ഹാഗാർ തന്റെ മകന് വേണ്ടി മാറിയിരുന്ന് കരഞ്ഞതിന്റെ കൂട്ട് അമ്മ എനിക്ക് വേണ്ടി മാറിയിരുന്ന് കരയാനായിട്ടിടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മരുന്നോ ഈ ഫാക്ടേറ്റ് എടുത്താൽ പോലും ഒരു 3 ആഴ്ചയൊക്കെ എടുക്കും എന്റെ ബ്ലീഡിങ് ഒന്ന് കുറഞ്ഞു വരാൻ. പക്ഷെ അന്ന് ഞാനും അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്ന് തന്നെ എന്റെ ബ്ലീഡിങ് അവിടെ എനിക്ക് നോർമൽ ആകാനായിട്ടിടയായി. ആദ്യമായിട്ടുള്ള ഒരു സംഭവം. അപ്പം അങ്ങനെ ബ്ലീഡിങ് ഒക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന് അമ്മ രാവിലെ ആയപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് HB എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ HB നോക്കിയപ്പോഴത്തേക്കിന് 4 ഉള്ളു എന്റെ ശരീരത്തിൽ. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തിരുവനന്തപുരത്തോട്ട് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചു, എന്നെ ട്രിവാൻഡ്രത്ത് നോക്കുന്ന ഡോക്ടറിനോട് ഒന്ന് സംസാരിക്കാവോ, ഞാൻ വിളിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ഹരീഷ്ണ ഡോക്ടറിനെ വിളിച്ചിട്ട് ഇവിടുത്തെ ഡോക്ടറിന് കൊടുത്തു. അപ്പൊ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഹരീഷ്ണ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോൾക്ക് ഇപ്പം ഒരു 3-4 മെഡിസിന്റെ പേര് എഴുതി തരാം, അത് പ്രാർത്ഥിച്ച് കഴിക്കാൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഡോക്ടർ എന്നോട് അങ്ങനെ പറയുന്നത്. അത് പ്രാർത്ഥിച്ച് കഴിക്കുക, ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കണ്ടീഷനൊക്കെ വളരെ മോശമാ, പേഷ്യൻസ് എല്ലാം കൊറോണ വന്ന് കിടക്കും, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിന് അറിയാം എന്റെ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് അറിയാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഡോക്ടർ പറഞ്ഞ മെഡിസിൻ ഞാൻ മേടിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചു. അങ്ങനെ എനിക്ക് ഒരു 2-3-4 ദിവസം കൊണ്ട് എനിക്ക് എന്റെ ബ്ലീഡിങ് സ്റ്റോപ്പായി. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവം. അപ്പം അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു, ഒരു അതിശയമായിരുന്നു. കാരണം ദൈവസന്നിധിയില് ഞാനും അമ്മയും പ്രാർത്ഥിച്ചപ്പോ ആരും ആ സമയത്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ദൈവം ഡയറക്റ്റ് വന്ന് അവിടെ വിടുതൽ തന്നു. അപ്പോ അതിൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് ബ്ലീഡിങ്ങിന് അങ്ങനെ വലിയ വിഷയം അങ്ങനെ വരാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ BBSൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് നഴ്സിംഗ് തന്നെ അല്ല ഇഷ്ടം, അപ്പോ ഒരു കാര്യം ചെയ്യും, നഴ്സിംഗിന് പോവാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 4 ലക്ഷം രൂപയുള്ളൂ. പിന്നീട് വന്നപ്പോഴത്തേക്കും ഓരോ ലക്ഷം ഓരോ ഇയർ വെച്ച് കൂടുക. അപ്പം എനിക്ക് ഒരു 10 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നഴ്സിംഗ് ഇനി ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു വെച്ചു. പിന്നെ ആകെപ്പാടെ ആശ്വാസം നേരത്തെ റെക്കോർഡൊക്കെ എടുത്ത് നോക്കുകയും അതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് അതുമായിട്ടൊരു ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാസ്റ്റർ വന്നു. അപ്പം പാസ്റ്ററുകൾ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചാൽ എന്താ ചെയ്യുക, പഠിക്കുവാണോ ജോലിയാണോ? എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതേ കുട്ടിയെ നഴ്സിംഗിന് പോയി, പക്ഷെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്നോട് പറഞ്ഞു, മോക്കിപ്പോ ദൈവം വിടുതൽ തന്നിട്ടില്ലേ, ദൈവസന്നിധിയിൽ പൂർണ്ണ വിശ്വാസം, ദൈവം വിടുതൽ തന്നു പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് ദൈവം പഠിപ്പിക്കാൻ സഹായിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വന്നാലും ദൈവം മോളെ പഠിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടില് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുറത്തൊന്നും പോകണ്ട, നാട്ടിൽ പഠിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ അപ്ലൈ ചെയ്തു. പക്ഷെ മാർക്കിന്റെ ഒക്കെ പ്രോബ്ലം കാരണം പിന്നെ ഈ കാസ്റ്റിന്റെ ഒക്കെ ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങള് വിശ്വകർമ്മയാണ് ഹിന്ദുവിൽ. അപ്പം അതിന്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം നാട്ടിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ. അപ്പൊ അതനുസരിച്ച് ഫീസിന് കുറവ് വരും. അങ്ങനെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്റെ അപ്പാടെ വീട്ടിൽ പോയി. അപ്പാടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവര് പറഞ്ഞു, നമ്മൾ വിശ്വകർമ്മയിലെ ശാഖയില് ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അവര് കാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, പഠിച്ചാലും ഇല്ലേലും സാരമില്ല, ഈ രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും മുന്നോട്ട് വെച്ച കാലിനും പുറകിലോട്ട് വെക്കണ്ട. കാരണം ഇത്രയും നാൾ നമ്മള് സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് ഇത്രയും വന്നിട്ട് ദൈവം ഇത്രയും കൊണ്ടുവന്നു. ഇനിയും ആ ഒരു മഹത്വം മനുഷ്യന് പോകണ്ട.
വന്നതാ. ദൈവമാണ് ഇത്രയും ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഇനി ഒരു കാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാലെടുത്ത് പുറകിലോട്ട് വെക്കണ്ടെന്നൊരു തീരുമാനം എടുത്തു. അന്നേരം അമ്മ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഹെൽത്ത് ഒക്കെ തന്നെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പം ഈ ബാംഗ്ലൂർ നോക്കുന്ന സമയം അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തു. അങ്ങനെ ഓരോ കോളേജിൽ വിളിച്ചു ചോദിക്കും. അങ്ങനെ ഒരു വട്ടം ഞാൻ BBS ഡയറക്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു പാസ്റ്ററിനെ പരിചയപ്പെട്ടായിരുന്നു, ബ്ലേസ് പാസ്റ്റർ. അപ്പം പാസ്റ്ററുകളുടെ വൈഫ് ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ പാസ്റ്റങ്ങളോട് ചോദിച്ചു. എനിക്ക് വേറെ ആരോടും ഇതിനെപ്പറ്റി ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഞാൻ ഒരു സമയത്ത് നഴ്സിംഗ് സ്റ്റോപ്പ് ചെയ്ത് വന്നതാ. അപ്പൊ ഇനിയും ഞാൻ പഠിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോഴത്തേക്കിന് എല്ലാവരും എതിർക്കത്തേ ഉള്ളൂ. അപ്പം ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ഇത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആരോടും ഒരു കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും തിരക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ പാസ്റ്റങ്ങളോട് തിരക്കിയപ്പോ പാസ്റ്റങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു പ്രയോജനം ഇല്ല, നിങ്ങൾ കയറി വരാൻ പറഞ്ഞു ബാംഗ്ലൂരോട്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ പോകാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അന്നേരം പാസ്റ്റങ്ങൾ പറഞ്ഞു, ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്ത് തരാം, അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഒരു ചർച്ചിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അവിടെ ഒരു ഏജ് ചർച്ചിലാണ് ഞങ്ങൾ പോയത്. തോമസ് പാസ്റ്റർ നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പാസ്റ്റർ, ഇത് യുവജനങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററും ഒരു ആന്റിയും ബ്ലെസ്ഡ് ആയിട്ട് ഒരു ചർച്ച. അവിടെ ഞാൻ പോയി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തുകൊണ്ട് കുറെ കോളേജസ് ഒക്കെ നോക്കി, നല്ല കോളേജസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ അഡ്മിഷൻ അവർ പറയുന്നത് 1,00,000 രൂപ നമ്മൾ അഡ്മിഷന് ഫീസ് പേ ചെയ്യണം, എങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് പിന്നെ ആ ചർച്ചിൽ വരുന്ന 2 സ്റ്റുഡന്റ് ഉണ്ട്, അവർ പഠിക്കുന്ന ഒരു കോളേജ് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോളേജ് പോയി കണ്ടപ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് ഒക്കെ പേ ചെയ്താൽ മതി. അങ്ങനെ പിന്നെ ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. അവിടെ ഞാൻ അഡ്മിഷൻ എടുത്തു. 2022 ഒക്ടോബർ 19 ആണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവര് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ അടയ്ക്കാന്ന് പറഞ്ഞെങ്കിലും എടുക്കാൻ പോയപ്പോ അവർ പറഞ്ഞു ആദ്യം 1,00,000 രൂപ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ആദ്യം അത്ര വേണ്ടെന്നല്ലേ പറഞ്ഞ്. അന്നേരം പറഞ്ഞു അത് പറ്റത്തില്ല, 1,00,000 രൂപ തന്നെ അടയ്ക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിനി ഒന്നും പറ്റത്തില്ല, ഇവിടെ വരെ വന്നു. അമ്മയോട് പറഞ്ഞു ഈ അഡ്മിഷന്റെ പ്രോസസ്സ് വരെ എന്നെ കൊണ്ടുവന്ന് ദൈവം നിർത്തിയില്ലേ, അത് മതി എനിക്ക്, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ആന്റി അങ്കിൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്, അവര് വിശ്വാസികളായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യ്, പുറത്തോട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവർ അവിടുത്തെ പ്രിൻസിപ്പലിനോട് മാനേജറിനോട് എന്തൊക്കെയോ സംസാരിച്ചു, എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് പിന്നെ ഈ പ്രിൻസിപ്പൽ മാനേജർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫീസ് കംപ്ലീറ്റ് ചെയ്യണം, ഇപ്പം ഒരു 30,000 അടച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ 30,000 അടിച്ചിട്ട് അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവർ ഫീസ് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും 2 ആഴ്ച കഴിയുമ്പോൾ അടയ്ക്കാം, 3 ആഴ്ച കഴിയുമ്പോൾ അടയ്ക്കാം, ഇങ്ങനെ പറയും. പിന്നെ ലാസ്റ്റ് നമ്മൾ കുടുംബശ്രീ എന്നൊക്കെ ലോൺ എടുത്ത് ഇങ്ങനെ പൈസ തന്നു, അത് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇച്ചിരി ആശ്വാസമുണ്ട്. അപ്പം ബാങ്കിൽ ലോണിന് വേണ്ടി പോയപ്പോഴത്തേക്കിനും അവിടെയും ഒരു തരത്തിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല. കാരണം എഡ്യൂക്കേഷൻ ലോണിന് അവർ പറയും പേർപ്പസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടെന്ന്. പക്ഷെ നമ്മൾ ബാങ്കിൽ പോകുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് നമ്മുടെ വീടും സ്ഥലവും നമുക്ക് എന്തുമാത്രം ഗവൺമെന്റ് ജോബ് ഉള്ളവരുണ്ടോ, നമ്മുടെ അതെല്ലാം അവർ നോക്കിയിട്ട് നമുക്ക് തരത്തുള്ളൂ. അപ്പം അതൊന്നും ഞങ്ങൾക്കില്ല, എല്ലാത്തിനും നിന്നിട്ട് പോയേക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഇല്ല അവിടെ. അപ്പം എന്നോട് മാനേജർ ചോദിച്ചു എന്ത് പേര് വേണം നോക്ക്, ഞാൻ ഇവിടെ ലോൺ അനുവദിച്ചു തരാം, പഠിച്ചു കഴിഞ്ഞാൽ അടയ്ക്കുമെന്ന് എന്തോ ഉറപ്പ്, അല്ല അതിനു മുന്നേ നിങ്ങൾക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും അമ്മയും ആ മാനേജറിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ മാനേജർ ഞങ്ങളോട് ചോദിച്ചു അമ്മയും മോളും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണോ എന്ന് ചോദിച്ചു. മാനേജർ കേൾക്കുന്ന രീതിയിലല്ല, ഉള്ളിലാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മാനേജർ പറഞ്ഞു എത്രമാത്രം നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുമോ അത്രയും കുറച്ച് തരാനാണ് ഞാൻ നോക്കുന്നത്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അപ്പൊ എന്നിട്ട് മാനേജർ പറഞ്ഞു എനിക്ക് ദൈവത്തെ ഒന്നും ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല, പക്ഷെ നിങ്ങളോട് സംസാരിച്ചപ്പോ മുതൽ എന്തോ ഒരു ചെറിയൊരു വിശ്വാസം വന്നു, നിങ്ങൾ എന്നെ ബന്ധുക്കോസിലോട്ട് ആക്കോ എന്നൊക്കെ ചോദിച്ച് നല്ല ഒരു തമാശ രീതിയിലൊക്കെ ഞങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോഴും ഞങ്ങൾ അതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എങ്ങനെങ്കിലും ലോൺ കിട്ടി അടച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പിന്നെ ആ കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റിൽ എനിക്ക് അവരൊരു 2,60,000 രൂപ ലോണിൽ നിന്ന് എനിക്ക് തന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം ഫസ്റ്റ് ഇയറിൽ എനിക്ക് 80,000 രൂപ കിട്ടും, പിന്നെ അങ്ങോട്ടുള്ള ഇയേഴ്സിൽ 50,000 കിട്ടത്തുള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ പേ ചെയ്യണം.
അങ്ങനെ ലോണിൽ നിന്ന് അത്രയും കൂടി എമൗണ്ട് കോളേജിൽ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ആശ്വാസമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെയും അവരെന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഫീസ് അടയ്ക്കാൻ. ചില സമയത്ത് ഞാൻ ഈ ഫുഡ് കഴിക്കാൻ, ഞങ്ങളുടെ മോളത്തെ ഫ്ലോറിൽ ഞങ്ങളുടെ ക്ലാസ് നടക്കുന്നത്, അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ സാറുമാരെ കാണുമ്പോൾ ഞാൻ അതേ കൂട്ടി തിരിച്ചു പോകും. കാരണം കണ്ടു കഴിഞ്ഞാൽ ഇവരെന്നെ പിടിച്ചവിടെ നിർത്തും, പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, കാരണം ഇവരെപ്പോഴും അവിടെ പിള്ളേരെ ഫീസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ താഴെ വന്ന് നിൽക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ താഴോട്ട് പറഞ്ഞു വിടും, ഇവര് താഴെ നിപ്പോണ്ടോന്ന് അറിയാൻ. ഇവരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി ഫുഡ് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അതായിരുന്നു എന്റെ ഒരു അവസ്ഥ. നമുക്ക് ആരോടും പറയാനും പറ്റത്തില്ല. അങ്ങനെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഒക്കെ ആയപ്പോഴത്തേക്കിന് എക്സാമിന് ഒരു 2 ദിവസം മുന്നേ ഇവര് പിടിച്ചിരുത്തിയിട്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല, എഴുതിക്കത്തില്ല, ഹോൾ ടിക്കറ്റ് തരത്തില്ല, ഭയങ്കര വിഷയങ്ങള്. അപ്പം അമ്മയെ വിളിച്ച് പറയണം. എനിക്ക് അമ്മയോട് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആകെപ്പാടെ ഞാൻ എന്നിട്ട് അവിടെ ഒരു സ്റ്റെപ്പിന്റെ അവിടെ പോയിരുന്നിട്ട് എന്റെ ഫോൺ ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കി, വാട്സപ്പിലും കോൾ ലിസ്റ്റിലും എല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് അന്നേരം എനിക്ക് മനസ്സിലായത് നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാന്, അല്ലെങ്കിൽ ആ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ട് ആരും ഇല്ല എന്നുള്ളത് എനിക്ക് അന്ന് കൺഫേം ആയി. പിന്നെ അമ്മയെ വിളിച്ച് എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, ദൈവമേ പ്രവർത്തിക്കണം, എന്നെ ലജ്ജിപ്പിക്കരുത്. ഇപ്പൊ എനിക്ക് ഹെൽത്ത് വൈസ് ഒരു ബുദ്ധിമുട്ടില്ല, ഫിനാൻഷ്യലി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഫീസ് സം വൈസ് ആണ് പഠിക്കുന്നതെങ്കിലും 1 വർഷത്തെ ഫീസ് അല്ല അടയ്ക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെം സെക്കൻഡ് സെം കൂടി കഴിയുമ്പോഴത്തേക്കിന് ഈ 1 വർഷം കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഈ 1 വർഷം കൊണ്ട് എനിക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത വന്നു. അത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങളൊരു 3 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫീസ് അടയ്ക്കാനുള്ള. അതിനകത്ത് ഒരു മോള് പെട്ടെന്ന് അവൾ എങ്ങനെയോ ഫീസ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും പപ്പയില്ല. അപ്പൊ ഞാൻ എന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരോടും ഇങ്ങനെ സംസാരിക്കാനൊന്നും ആ സമയത്ത് അത്ര അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു സെം കൂടി കഴിയുമ്പോഴല്ല ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവത്തുള്ളൂ, ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഫീസ് കംപ്ലീറ്റ് ചെയ്യാം, എനിക്കിപ്പോ എക്സാം എഴുതണോന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അത് പറ്റത്തില്ല, ഇപ്പൊ തന്നെ അടയ്ക്കണോന്ന് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാവരും അടച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരുടെ സിറ്റുവേഷൻ പോലെ അല്ല ഞങ്ങളുടെ സിറ്റുവേഷൻ, ഞങ്ങൾക്ക് 2 പേർക്കും ഫാദർ ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും എഴുതിപ്പിക്കണം സാറേ എന്നും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഒത്തിരി സംസാരിച്ചു. അപ്പം സാർ എന്നോട് ചോദിച്ചു, എക്സാം എഴുതിയാൽ പാസ്സാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്സാവും, പക്ഷെ ഇനിയും എന്തുവാന്ന് എനിക്കറിയത്തില്ല, കാരണം അവരെന്നെ ഇത്രയും ടെൻഷൻ ആക്കി കഴിഞ്ഞു. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചൊക്കെ എനിക്ക് മറന്നുപോയി, എനിക്ക് എന്റെ മനസ്സിലൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അറിയുന്നത്, ഈ കോളേജുകാര് അവർക്ക് കോളേജിൽ സീറ്റ് 20 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഇവർ 500 സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര കുട്ടികളെ അവർ ഓരോ കോളേജിലോട്ട് കൊടുക്കുമ്പം അവർക്ക് അവിടുന്ന് കമ്മീഷൻ കിട്ടും, ഒരു ബിസിനസ് അവർക്ക്. അപ്പൊ അങ്ങനെ എന്റെ കോളേജ് വന്നേക്കുന്നത് ബെല്ലാരി എന്നൊരു പറഞ്ഞ സ്ഥലത്താണ്. അതുകൂടി ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, ബാംഗ്ലൂർ വരെ വന്നേക്കുന്നത് എനിക്ക് അറിയത്തുള്ളൂ, എന്റെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ ആർക്കും അറിയത്തില്ല, ജസ്റ്റ് പറഞ്ഞാൽ പോലും അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ ഞാൻ, ദൈവം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, എനിക്ക് പോയി എക്സാം എഴുതാൻ പറ്റുമോ, ഇത് എക്സാമിന് തലേദിവസം അറിയുന്നത് ബെല്ലാരിയിലാണ് പോയി എക്സാം എഴുതേണ്ടിയെന്ന്, അതിന്റെ കൂടെ ഫീസിന്റെ വിഷയം. അപ്പൊ ഇവര് ഹോൾ ടിക്കറ്റ് എനിക്ക് തരത്തില്ല. അങ്ങനെ എല്ലാം കൂടിയായി. ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം എഴുതണം, അവരെന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എക്സാം എഴുതാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഒരു മലയാളി ഏജന്റ് കൂടി ഉണ്ടായിരുന്നു അവിടെ. ആ സാറിനോട് ഞാൻ പോയിട്ട് പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും എനിക്ക് എക്സാം എഴുതിയാലേ പറ്റത്തുള്ളൂ, എനിക്ക് എക്സാം എഴുതണം, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമായി, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു വന്നതാ, ഒരു വട്ടം ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് ഈ വട്ടം എക്സാം എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു, പ്രാർത്ഥിക്ക്, ടെൻഷൻ വേണ്ട, പോകാൻ പറഞ്ഞു. അങ്ങനെ സാറും എഴുതാൻ പറ്റുമെന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞങ്ങളെ എല്ലാം കൂടി കോളേജിൽ വിളിപ്പിച്ചു ബെല്ലാരിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബെല്ലാരി ചെന്നു. എക്സാം ഹാളിൽ കയറുന്നതിന് ഒരു ഇച്ചിരി മുന്നേ ആണ് ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഒരു ആശ്വാസമായി, ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടി. അങ്ങനെ എക്സാം ഹാളിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്റെ പേരിന്റെ ആദ്യം 6 അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നി ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു മിഡിലൊക്കെ ആയിരിക്കും വരുന്നത്. നേരത്തെ സ്കൂളിലൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇച്ചിരി ഒന്ന് ടെൻഷൻ അടിച്ചാണെങ്കിൽ വിഷമിച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ആരും ഒന്ന് കാണാതെ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് എഴുതാം. കാരണം എനിക്ക് അത്രയ്ക്കും ടെൻഷൻ ആയിരുന്നു എന്റെ ഉള്ളില്. കാരണം ഇത്രയും വർഷങ്ങൾ എനിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പഠിക്കേണ്ട എങ്ങനാണോ അതിന്റെ ആ ഒരു
ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. എക്സാം ഞാൻ കുറെ നാളിന് ശേഷം ഫേസ് ചെയ്യുന്നത്, അതും യൂണിവേഴ്സിറ്റി എക്സാം. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം ഹോളിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിന് ഫസ്റ്റ് ബെഞ്ചിൽ എന്റെ പേര് വന്നേക്കുന്നു. അവിടെ ഫ്രണ്ടിൽ 2 ക്യാമറ, പിന്നെ ചുറ്റിനും ക്യാമറ, ഫ്രണ്ടിൽ 2 ടീച്ചേഴ്സ്, ബാക്കിൽ 2 ടീച്ചേഴ്സ്, എല്ലാം കൂടി ആയപ്പോഴത്തേക്കിന് എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് ടെൻഷൻ അടിക്കാൻ പോലും പറ്റത്തില്ല എന്ന് വിചാരിച്ചു. നമുക്ക് എഴുതാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അവർ പെട്ടെന്ന് നോട്ട് ചെയ്യും. ഇടയ്ക്ക് വല്ലതും ആണെങ്കിൽ നമുക്ക് എഴുതാതെങ്കിലും ഇരിക്കാം. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട ഒരവസ്ഥ. ഞാൻ ശരിക്കും പേടിച്ചു, ദൈവമേ ഞാൻ ഇനി എന്തോ ചെയ്യും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഈ എക്സാമിന് പോകുന്നതിന് തലേദിവസം ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എക്സാം കുറെ നാളിന് ശേഷം ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പൊ ആ ഒരു പേടിയൊക്കെ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഇരമ്യാവ് 33 ഒരു അധ്യായം ദൈവം എനിക്ക് എന്റെ ഹൃദയത്തോട് സംസാരിച്ചു. ഞാൻ അന്നേരം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് കരയാതെ നിന്റെ ശബ്ദം, കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടുക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും, നിന്റെ ഭാവിയെ കുറിച്ച് പ്രത്യാശ ഉണ്ട്. ആ ഒരു വാക്യം എനിക്ക് കിട്ടി. അപ്പൊ ഇത് മാത്രമാണ് എനിക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചതിന് ദൈവം എന്തെങ്കിലും ഒരു റിസൾട്ട് തരും എന്ന് എനിക്കറിയാമെങ്കിലും എനിക്ക് എങ്ങനെയാ ഞാൻ എഴുതാൻ പോകുന്നത്? എനിക്ക് നമ്മള് എക്സാമിന് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത്. അത് പ്രസന്റ് ചെയ്യുന്ന രീതിയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെയൊക്കെ എക്സാം എഴുതിയത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയി പെട്ടെന്ന് എഴുതുന്ന എക്സാം ഒക്കെ അല്ലേ, എങ്ങനെയൊക്കെയോ ജസ്റ്റ് പാസ്സായി പോവാം. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ തന്നപ്പോ ഞാൻ ഇരുന്നത് ശരിക്കും പഠിച്ചായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചിട്ട് പോയതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചേക്കുന്നത്. അതുകൂടി കണ്ടപ്പോഴത്തേക്കിന് എന്റെ എല്ലാ പ്രതീക്ഷയും എനിക്ക് അവിടെ നഷ്ടമായി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ പഠിച്ചേക്കുന്നതിന് കാർഡിയാക് സൈക്കിൾ പഠിച്ചപ്പോഴത്തേന് കാർഡിയാക് ഔട്ട്പുട്ട് ചോദിച്ചു. ഒരിക്കലും ചോദിച്ചിട്ടില്ല ലോങ് എസ്സേക്ക് സ്കള്ള് തലയോട്ടി ഇതുവരെയും ചോദിച്ചിട്ടില്ല. അപ്പൊ ലോങ് എസ്സേ ആയിട്ട് അത് ചോദിച്ചേക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, ദൈവം എന്റെ കയ്യെ പിടിച്ച് എഴുതിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാം അവിടെ നിന്ന് എഴുതി അറ്റൻഡ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിൽ വന്നു. എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ, ഞാൻ പാസ്സാകുമോ എന്നൊരു ടെൻഷൻ. അപ്പൊ ഞാനാണെങ്കിൽ എക്സാമിന്റെ റിസൾട്ട് വരുന്ന അന്ന് ഞാൻ ഫ്രഷ് ഒക്കെ കോളേജിൽ നിന്ന് വന്ന് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോഴത്തേക്കിന് എന്റെ ഒരു ഫ്രണ്ടിന്റെ മെസ്സേജ് എന്റെ റിസൾട്ടിന്റെ PDF ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പൊ ഞങ്ങളുടെ കോളേജിലെ എന്റെ ഹോസ്റ്റലിലെ ഒരു സ്റ്റുഡന്റിന്റെ റിസൾട്ട് അപ്പൊ വന്നിട്ടില്ല. അപ്പൊ എന്റേത് മാത്രം ഇങ്ങനെ മെസ്സേജ് വന്ന് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, എനിക്ക് വലിയ മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പാസ്സായി കണ്ടാൽ മതി. കാരണം ഇത്രയും നാൾ ഞാൻ പഠിക്കാണ്ട് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാതെ വീട്ടിലിരുന്ന സ്ഥാനത്ത് ദൈവം ഇത്രയും കൊണ്ടുവന്നേ. അപ്പൊ എനിക്കൊരു ചെറിയൊരു സന്തോഷം. ദൈവം എന്നെ പാസ്സാക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അഹങ്കരിക്കത്തില്ല. കാരണം കുറെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫെയിൽ ആവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഹങ്കരിക്കത്തില്ല. അങ്ങനെ അഹങ്കാരമോ നികളമോ വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പാസ്സാവണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബൈബിളൊക്കെ വായിച്ച് ഞാൻ ഈ PDF ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരയായിരുന്നു. അപ്പൊ പിള്ളേരെല്ലാം വിചാരിച്ചു ഞാൻ ഫെയിൽ ആയെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് ഞാൻ പിന്നെ നോക്കി എന്റെ റിസൾട്ട് തന്നെയാണോ ഞാൻ ഈ കണ്ടേക്കുന്നത്. എന്നിട്ട് എന്റെ പേര് രജിസ്റ്റർ നമ്പർ ഒക്കെ പിന്നെയും ഞാൻ നോക്കാനായിട്ട് തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനോട് കൂടി എനിക്ക് പാസ്സാകാൻ പറ്റി. അത് എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്താണ് സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, ഞാനും സമ്പാദിക്ക വിവേകത്തെ സഖി എന്ന് പേർ വിളിക്കുക. അപ്പൊ ഞാൻ ഈ വാക്യമൊക്കെ വായിക്കുമ്പം ഇങ്ങനെ വിചാരിക്കുക, എനിക്ക് ഇത് പറ്റത്തില്ലല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടി വരാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ പാസ്സായി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഈ ഇയർ വരെ എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് ഇടയായി. അപ്പൊ ഈ സെക്കൻഡ് ഇയർ വരെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾസ് ആയിരുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് നഴ്സിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് ദൈവം സഹായിച്ചു, ഞാൻ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി ഇതുവരെ പാസ്സായി, ഇനി നിർത്താം കാരണം എനിക്ക് ഫീസ് അടയ്ക്കാൻ
പഠിക്കാൻ ഒക്കെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ മാത്രം നോക്കിയാൽ പോരാ. ഈ ഫീസിന്റെ ടെൻഷനും അല്ലാതെ എല്ലാ കാര്യങ്ങളും ഈ ടെൻഷനോട് വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പഠിക്കാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. ഈ സാറുമാര് വിളിച്ച് അവര് നമ്മളോട് ദേഷ്യപ്പെടും, ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ നിർത്താം എന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ, ഇനിയും ദൈവം നടത്തും, വിശ്വാസത്തോടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കിന് ഫസ്റ്റ് സെം എക്സാമിന്റെ മുന്നേ എന്റെ ഫീസ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. സാധാരണ ഞാൻ എല്ലാ ഇയറിലും ഈ ഇയറിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന എക്സാം, ലാസ്റ്റ് സെം എക്സാം എഴുതുന്നതിന് 1-2 ദിവസം മുന്നേ ആയിരിക്കും. മിക്കവാറും ഒരു ദിവസം മുന്നേ വൈകിട്ടായിരിക്കും ഞാൻ കൊണ്ട് ഫീസ് പേ ചെയ്തിട്ട് എക്സാം എഴുതുന്നത്. അങ്ങനെ അത്രയും ടെൻഷൻ അടിച്ച, ആ എക്സാമിന് തലേ ദിവസം ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് തേർഡ് ഇയറിൽ ഞാൻ ഈ 5th സെമ്മിൽ സമാധാനത്തോടെ പോയി എക്സാം എഴുതാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ ഹെൽത്ത് വൈസ് എല്ലാം എനിക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തേർഡ് സെം മുതൽ എക്സാമിന് പോകുന്നതിന് മുന്നേ എനിക്ക് ആക്സിഡൻസ് വരാനായിട്ട് തുടങ്ങി. അപ്പൊ പിശാച് നോക്കിയപ്പോ എനിക്ക് ബ്ലീഡിങ് ഇട്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മെന്റലി ഡൗൺ ആക്കിയിട്ടും ഓക്കെ ആവുന്നില്ല. ലാസ്റ്റില് തേർഡ് സെമ്മിന് എക്സാമിന് പോകുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഞാനും അമ്മ സ്കൂട്ടർ ഓടിക്കും, സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഞാനും അമ്മയും കൂടി മറിഞ്ഞ് താഴെ, വണ്ടി ഒന്ന് സ്ലിപ്പായി താഴെ വീണിട്ട് ഈ വണ്ടിയുടെ ബോഡി ഫുള്ളും എന്റെ ദേഹത്തായിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ എപ്പോഴും ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്ന സമയം. പക്ഷെ അന്ന് ഞങ്ങൾ വീഴുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ ഞാൻ ആ റോഡിൽ ഇങ്ങനെ വീണ് കിടന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ ആരും ഇല്ലാത്തവർക്ക് ഈ ആക്സിഡന്റ് സമയത്തും ആരും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എനിക്കും വണ്ടി പോക്കാൻ വയ്യ, അമ്മയ്ക്കും വണ്ടി പോക്കാൻ വയ്യ. ഞങ്ങൾ രണ്ടുപേരും അവിടെ വീണ് കിടക്കും. അപ്പം നമ്മള് വണ്ടിയിൽ സൈഡിൽ ഇങ്ങനെ പിടിക്കാൻ ഒരു ഇതുണ്ടല്ലോ, അവിടെ ഞാൻ എന്റെ ഈ ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ പൊക്കി കൊടുത്തു. ഒരിക്കലും അത് പൊക്കാൻ പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ. പക്ഷെ ഈ വണ്ടി എങ്ങനെയോ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബാക്കി അമ്മയും കൂടി ഒന്ന് പിടിച്ച് അമ്മ എങ്ങനെയെങ്കിലും എഴുന്നേക്ക്, എങ്കിൽ മാത്രമേ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്റെ വലത്തെ കൈ എനിക്ക് ഒട്ടും അനക്കാൻ വയ്യ, ഭയങ്കര പെയിൻ. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കൈ ഒടിയുമോ എന്തോ എനിക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പം ഇടത്തെ കൈയിൽ നിന്നാണെങ്കിൽ ബ്ലീഡിങ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു. അവിടെ ഒറ്റ മനുഷ്യനില്ല. അങ്ങനെ അമ്മ വണ്ടി റോഡിന്റെ നടുക്ക് വെച്ചിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് അമ്മ ഓടിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ അമ്മയെ കാണുന്നില്ല. പിന്നെ പെട്ടെന്ന് അവിടുന്ന് അടുത്ത് ഒരു ചേച്ചിയും ഒരു മോളൂടെ ഇറങ്ങി വന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്റെ അമ്മയെ കണ്ടു. അതിന് അമ്മ ആ ചേച്ചി പറഞ്ഞു, മോളെ അമ്മ മുട്ട മേടിക്കാൻ വേണ്ടി പോയേക്കുന്നത്. വണ്ടി റോഡിന്റെ നടുക്കിരിക്കുന്നു, എനിക്ക് ബ്ലീഡിങ്. അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ, ഈ പെയിൻ ഒക്കെ ഉള്ള സമയത്ത് ഈ മുട്ടയൊക്കെ കഴിച്ചാൽ പെയിൻ കുറയില്ല, അതിന് വേണ്ടിയിട്ട് അമ്മ പെട്ടെന്ന് ഓടിപ്പോയൊക്കെ. എനിക്ക് ആവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാറുകാര് വരുന്നുണ്ട്. അപ്പം അവര് ആ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരിക്കും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റോഡിന്റെ നടുക്ക് കയറി നിന്നു. അപ്പൊ അവരെന്നെ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയപ്പോ ചേച്ചി ഒരു ആന്റി ഒരു അങ്കിളും ആയിരുന്നു. എന്നോട് ചോദിച്ചു എന്താ പറ്റി. ഞാൻ പറഞ്ഞു, ഇതേ കുട്ടി വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അപ്പം എന്റെ കൈ നോക്കിയപ്പോ ഫുള്ള് ബ്ലഡ്. അപ്പൊ അവര് ചോദിച്ചു ആരാ വണ്ടി ഓടിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല, അമ്മയാന്ന് പറഞ്ഞു. അപ്പം എന്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചി പറഞ്ഞു, കൊച്ചിന് 2 ദിവസം കഴിഞ്ഞ എക്സാമാ, അപ്പൊ അതിന് പോകേണ്ടതാന്ന് പറഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു, ഞങ്ങൾ ഇന്ന വീട്ടിൽ വന്ന ആൾക്കാരാ, കുഴപ്പക്കാരൊന്നും അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ ചോദിച്ചു. അങ്ങനെ അവര് ഞങ്ങളെ രാത്രിയില് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ കാറിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കും. അപ്പൊ ഞാൻ കയ്യിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഈ ബ്ലീഡിങ് നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും, അവരെങ്കിലും ഓർത്തിട്ട് എനിക്ക് ബ്ലഡ് ഒന്ന് ക്ലോട്ട് ആക്കി തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്തുവായാലും ദൈവം സഹായിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കിന് എന്റെ ബ്ലഡ് ക്ലോട്ട് ആയി. പിന്നെ ഒരു ചെറിയൊരു പൊടി പോലും ബ്ലഡ് അവിടെ നിന്ന് വരുന്നില്ല. അപ്പം അമ്മ എന്റെ ഈ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ ആ ആന്റിയോട് പറഞ്ഞു. അവര് വിശ്വാസികളൊന്നും അല്ല. അപ്പം അവരോട് പറഞ്ഞപ്പോഴത്തേന് ആന്റി പറഞ്ഞു, മോളെ ദൈവം വിടുവിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലൂടെ ഇങ്ങനെ ദൈവം ഇടവരുത്തിയത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടായിരുന്നു. അവര് വിശ്വാസികളൊന്നും അല്ല, എന്നിട്ട് പോലും അവർ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി, നമ്മുടെ ബൈബിളിൽ ഒരു നല്ല ശമരിയക്കാരന്റെ കഥയുണ്ടല്ലോ, അതിനകത്ത് ആ ആ വ്യക്തി വന്നിട്ട് എന്താ അടി കൊണ്ട് കിടക്കുന്ന ആളിനെ വഴിയമ്പലത്തിൽ കൊണ്ട് ഇരുത്തിയിട്ട് വേണ്ടിയതെല്ലാം ചെയ്ത് പിന്നെയും പൈസ കൊടുക്കും. പിന്നെയും ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുമുള്ള പൈസ കൊടുത്തിട്ടാണ് ആ നല്ല ശമരിയക്കാരൻ അവിടുന്ന് പോകുന്നത്. അതേപോലെ അവര് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി പൈസ തന്ന്, എന്നിട്ട് അവർ അവിടുന്ന് പോകാനായിട്ട് ഇടയായി. അങ്ങനെയാണ് ഞാൻ തേർഡ് സെമ്മിന്റെ എക്സാം എഴുതുന്നത്.
അങ്ങനെ ഫോർത്ത് സെമ്മിന്റെ എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക്, അന്ന് ഒരു കുഴപ്പമൊന്നുമില്ല, എക്സാമിന് പോകുന്ന സമയത്ത് ഒരു വിഷയവും ഇല്ല. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് തിരിച്ച് ബസ്സിലിരിക്കും. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഇച്ചിരി ലോങ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ബസ്സിനകത്ത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എപ്പോഴും ടെൻഷൻ അടിച്ചാൽ ഞാൻ എക്സാം എഴുതുന്നത്, ഒരു എക്സാം എങ്കിലും എനിക്ക് സമാധാനത്തോടെ എഴുതാൻ പറ്റുമോ, എനിക്കൊന്ന് ഒരു സമാധാനം, ഒരു മനസ്സിനൊരു സന്തോഷത്തോടെ പോകാൻ പറ്റുമോ, എനിക്ക് അങ്ങനെ ഒന്ന് ഇടയാക്കണേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലുണ്ട്. ഞാൻ ആ ബസ്സിനകത്ത് കരയുക. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ വന്നു. സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേന് ഫോണൊന്നും അങ്ങനെ നോക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ടില്ല, ഈ സെക്കൻഡ് സെമ്മിനും യൂണിവേഴ്സിറ്റി സെം ബ്രേക്ക് കൊടുത്തു. അപ്പം ഈ ബാംഗ്ലൂരുള്ള കോളേജിലെ എല്ലാ പിള്ളേരും ആ ട്രെയിനകത്ത് കയറാനുണ്ട്. അവിടെ പ്ലാറ്റ്ഫോമിൽ കാല് കുത്താനുള്ള സ്ഥലമില്ല. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ എന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ. അപ്പം അങ്ങോന്ന് ട്രെയിൻ ഇങ്ങനെ കൊണ്ടുവന്ന് പ്ലാറ്റ്ഫോമിൽ ഇടും. 8 മണിയാകുമ്പോഴേ തുറക്കത്തുള്ളൂ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കിന് തുറക്കും. 8:10 ആകുമ്പോൾ ട്രെയിൻ അവിടെ നിന്ന് എടുക്കും. അപ്പം ഈ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും ഡോറിന്റെ അവിടെ പോയി നിൽക്കാനുള്ള ഒരു തിരക്കുണ്ട്, ഒരു ഓട്ടം ഉണ്ട്. അപ്പൊ ഞാനും ആലോചിച്ച്, ഇത്രയും ക്ഷീണിച്ച് ബെല്ലാരി എന്നുള്ള യാത്രയൊക്കെ അല്ലേ, അപ്പൊ എനിക്ക് എവിടെങ്കിലും ഒന്ന് ഇരുന്നൊന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ട്രെയിൻ അങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം പോലെ. അപ്പം ഒരിക്കലും എപ്പോഴും പ്രാർത്ഥിക്കും, എങ്കിലും ഞാൻ അവിടെ നിന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ കേറുമ്പം എനിക്കൊന്നും പറ്റില്ല, എന്റെ കാലിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരുത്തരുത് എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും എന്തോ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ട്രെയിൻ വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്കും എന്റെ പുറകിൽ നിന്നൊരു ചേട്ടൻ പറഞ്ഞു, മോളെ ലോക്കൽ കമ്പാർട്ട്മെന്റ് ഇതൂടെ ഉള്ളൂ, ഇതിനകത്ത് കയറാൻ വേണ്ടി നോക്കിക്കോ, അങ്ങോട്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞു, സ്ലീപ്പറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനകത്ത് ഇങ്ങനെ പിടിച്ചു, ആ വിൻഡോയില് കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴത്തേന് ലഗേജും നല്ല ഹെവി ആയിട്ടുള്ള ലഗേജ് ഉണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കിന് ഈ ട്രെയിൻ കുറച്ചുകൂടി ബാക്കിലോട്ട് മൂവ് ആവാനായിട്ട് തുടങ്ങി. അപ്പോ ഞാൻ ഈ കമ്പിയിൽ പിടിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ പോകുന്നതിനനുസരിച്ച് ഞാനും പുറകിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് തുടങ്ങി. ആൾക്കാർ ഫ്രണ്ടിലോട്ടും ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ സമയത്ത് എന്റെ ഈ വലത്തെ കാലാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന് ട്രെയിനിന്റെ ഇടയ്ക്കായി പോയി, അങ്ങ് താപ്പോട്ടങ്ങായിപ്പോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ശ്വാസം പോലും വിടാൻ പറ്റത്തില്ല, അത്രയ്ക്കും തിരക്കാണ് അവിടെ. അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ കാല് ഇതിന്റെ അടിയിൽ പോയി. അപ്പം ആ നേരത്തെ എന്നോട് കയറാൻ പറഞ്ഞ ആ ചേട്ടൻ വന്നിട്ട് എന്നെ കാലിങ്ങനെ എന്നെ എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് ഇട്ടു. ദൈവത്തിന്റെ കൃപയാൽ എങ്ങനെയോ ആ കാലിന്റെ പ്ലാറ്റ്ഫോമിന്റെ ഇടയിൽ ബെൻഡായിട്ട് കാലൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് അങ്ങനെ ഒന്നും വന്നില്ല. ഞാൻ ഈ പ്ലാറ്റ്ഫോമിന് അവിടെ വന്ന് കമന്നടിച്ചങ്ങ് വീണ് കഴിഞ്ഞിട്ട് ഈ ലോക്കൽ കമ്പാർട്ട്മെന്റ് കയറാൻ വന്ന എല്ലാവരും എന്നെ അങ്ങ് ചവിട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ ഷൂ ഇട്ട് ചവിട്ടുമ്പോ ഭയങ്കര പെയിനാ. ഈ കഴുത്ത് മുതൽ കാല് വരെ എന്നെ കിടന്ന് ചവിട്ടുമായിരുന്നു. എനിക്കൊന്നും എഴുന്നേക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് കരയുന്നുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല. കുറെ പേര് കാണുന്നില്ല ഞാൻ അവിടെ കിടക്കുന്നത്. കുറെ പേര് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ആ ഒരു ഓട്ടവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ പെട്ടെന്ന് അവിടെ ഒരു മോൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു മനസാക്ഷി ഇല്ല ആർക്കും, ഒരു കൊച്ചു താഴെ കിടന്ന് എന്നെ ചവിട്ടി, ഇത്രയും നടന്നിട്ട് ആർക്കും മനസാക്ഷി ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് വന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് 2-3 ആന്റിമാര് വന്ന് എന്റെ മണ്ടയ്ക്കോട്ട് വീണു. അതോടെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അനങ്ങാൻ വയ്യ. അങ്ങനെ ഞാൻ ഒത്തിരി ഇങ്ങനെ വിഷമിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് ഇവൻ തന്നെ പിന്നെ കൈ പിടിച്ച് എന്നെ എഴുന്നേപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തെ എന്റെ ബോഡി ഫുള്ള് എനിക്ക് പെയിൻ, എനിക്ക് അനങ്ങാൻ വയ്യ. എനിക്ക് അമ്മയോട് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലോട്ട് കയറി വരും. പിന്നെ ഞാൻ അമ്മയെ വിളിക്കാൻ പിന്നെ ഇങ്ങോട്ട് കയറേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മയ്ക്ക് ടെൻഷനാണ്. ഞാൻ പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട്, ഒരു ആന്റി, എന്നെ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെന്നൊക്കെ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് തിരക്കും. അപ്പം ശനിയാന്റി എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ആന്റിയോട് പറഞ്ഞു, ആന്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അമ്മയോട് പറയില്ല, പക്ഷെ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആന്റിയോട്, ഞാനിപ്പം ഇവിടെ മാന്തിക IPC ചർച്ചിലാണ് പോകുന്നത്, ഞങ്ങൾ ഇവിടെ വീട് കിട്ടി. പിന്നെ അപ്പം ആ ചർച്ചിലെ പാസ്റ്ററിനോട് ഒന്ന് വിളിച്ച് പറയണം, ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. കാരണം എനിക്ക് പ്രാർത്ഥന ഇല്ലാണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് വന്നു. കാരണം അത്രയ്ക്കും എന്റെ ശരീരത്തിൽ വേദനയാണ്. അങ്ങനെ ആന്റി പിന്നെ രാത്രിയില് ചർച്ചിൽ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച്, അങ്ങനെ ഞാൻ രാവിലെ അവിടെ നിന്ന് എങ്ങനെയോ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്റെ എല്ലൊക്കെ ഒടിഞ്ഞു കാണും. കാരണം ഇത്രയും ചവിട്ട് കൊണ്ടല്ലോ എനിക്ക് അനങ്ങാൻ വയ്യ, എന്റെ കഴുത്തൊന്നും അനക്കാൻ വയ്യ, കഴുത്തിന്റെ എല്ലൊക്കെ ഒടിഞ്ഞ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ
ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ദൈവത്തിന്റെ കൃപയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല ചതവുണ്ടെന്ന് പറഞ്ഞു, നല്ല ചതവും നീരും ഉണ്ട്, അത് എടുക്കാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ. പക്ഷെ എനിക്ക് ഇത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് പിന്നെയും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ബെല്ലാരി വരെ പോകണം. ബാംഗ്ലൂർ ചെന്നിട്ട് ബെല്ലാരി പോകണം. ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, ഈ വട്ടം എനിക്ക് സപ്ലി ആവും. തിയറി പാസ്സായാലും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ സപ്ലി എഴുതേണ്ടി വരും. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. പക്ഷെ ദൈവം അവിടുന്ന് എന്നെ സഹായിച്ച് പ്രാക്ടിക്കൽ എക്സാം എഴുതാനും ദൈവം എന്നെ അനുവദിച്ചു. ഈ എക്സാം എഴുതാൻ പോകുന്നതിന് ഒരു 2 ദിവസം മുന്നേ ആക്സിഡന്റ് പറ്റിയിട്ടാണ് ഞാൻ പോയി എഴുതിയത്. പക്ഷെ അവിടുന്നെല്ലാം ദൈവം വിടുവിച്ചു. പിശാച് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇങ്ങനെ തകർക്കാൻ, നമ്മളെ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു യുദ്ധമാണല്ലോ, പിശാചും നമ്മളും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തകർന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടുന്നൊക്കെ ദൈവം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കും. വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, പക്ഷെ യഹോവ താങ്ങി. നമുക്ക് നമ്മുടെ എല്ലുകൾ ഒടിയാം, നമുക്ക് അനർത്ഥം സംഭവിക്കാം, എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഈ വട്ടം ആണെങ്കിൽ ഞാൻ റോഡിൽ കിടക്കുന്ന സമയത്ത് ഒരു കാർ എന്റെ വണ്ടിക്ക് വന്ന് കയറേണ്ടതായിരുന്നു. പക്ഷെ ആ കാറുകാരൻ എന്തോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തിയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ദൈവം ഓരോ ആപത്തുകൾ അനർത്ഥങ്ങൾ വരും, പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം നീക്കുപോക്ക് തന്ന് ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിലെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി ഇറങ്ങി. ചിലവരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് ലഭിച്ചു? നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ നിത്യജീവനാണല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ തരുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. ഇത്രയും നാളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഇനി മരിച്ചു കഴിഞ്ഞിട്ടുകൂടി കഷ്ടത അനുഭവിക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് സന്തോഷിക്കണം എന്ന ആശ്വാസത്തോടെ ഇരിക്കണം എന്ന ആ ഒരു പ്രതീക്ഷയാണ് ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്രത്തോളം ദൈവത്തെ ഒരിക്കലും യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. കാരണം നിത്യതയെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ ഉള്ള അറിവൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആത്മഹത്യ ചെയ്തോ, കയറി കെട്ടി തൂങ്ങിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം കഴിച്ചോ ജീവിതം അവസാനിപ്പിച്ചേനെ. കാരണം നമുക്ക് ഒന്നുമില്ല, ആരും നമ്മളെ സഹായിക്കാനും എടുക്കാനും ഒന്നുമില്ല. പക്ഷെ ആ ഒരു മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്ക് അനുവാദം ഇല്ല എന്നുള്ള ഒരു അറിവൊക്കെയാണ് ആ ഒരു ആത്മഹത്യ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഓരോ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എനിക്കൊരു പുതുവർഷം തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഒരു വുമണായിട്ട് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ആന്റി എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് പറയും, മോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, പക്ഷെ എന്താ ദൈവം ഒരു വിടുതൽ തരാത്തേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ബൈബിളിലെ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് ദൈവം 12 സൽവത്സരമായപ്പോഴല്ല ദൈവം സൗഖ്യം കൊടുത്തത്, അതേകൂട്ട് 12 സൽവത്സരമാകുമ്പോൾ ദൈവം എനിക്ക് സൗഖ്യം തരുന്ന ഒരു തമാശ രീതി പറഞ്ഞു. പക്ഷെ കൊറോണ, എനിക്ക് ആ ബ്ലീഡിങ് സ്റ്റാർട്ടായി കൊറോണ ആ ഒരു ടൈം വരെ നോക്കുമ്പോൾ 12 സൽവത്സരം ആയിട്ടുണ്ടായിരുന്നു. ദൈവം, നമ്മൾ വെറുതെ പറഞ്ഞൊരു വാക്കാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ അത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്കത് നടത്തിത്തരും. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം, നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ദൈവത്തിന് പ്രയോജനം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്കത് നടത്തിത്തരും. നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. നമ്മൾ ദൈവത്തിന്റെ മുഖം നോക്കി ഇറങ്ങിയാൽ ഒരിക്കലും നമ്മളെ ലജിക്കേണ്ടി വരത്തില്ല. ദൈവം നമ്മളെ ഒരിക്കലും വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, വിളിച്ചവൻ വിശ്വസ്തന. ഇന്നും ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ലോർഡ് മോളെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ഇന്ന് പകലിൽ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ കൊച്ചു പ്രായത്തിൽ പ്രിയ സഹോദരി കടന്നുപോയ വഴികൾ, കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതഭാരങ്ങളും, അതുകൂടാതെ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകൾ, എന്നാൽ അവിടെയെല്ലാം താങ്ങും തണലുമായി നിന്ന ഒരു നല്ല ദൈവത്തെക്കുറിച്ച് ഇന്ന് പകലിൽ ആ പ്രിയ മോളിലൂടെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരിക്കൽ തൻ്റെ ഹയർ എഡ്യൂക്കേഷൻ കടന്നു പോകേണ്ടി വന്നെങ്കിലും അത് ബ്രേക്ക് ചെയ്തെങ്കിലും കുഞ്ഞിൻ്റെ ആഗ്രഹപ്രകാരം തേർഡ് ഇയർ കംപ്ലീറ്റ് ആകുവാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷവും കംപ്ലീറ്റ് ചെയ്ത് ഒരു നല്ല ഒരു നേഴ്സായി, അതായത് ആതുര സേവന രംഗത്ത്
ശോഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടവളായി ദൈവം തന്നെ മാറ്റട്ടെ. അനേകർക്ക് ആശ്വാസമാകട്ടെ. നിൻ്റെ മാതാവിന് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ. നീ നിൽക്കുന്ന സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ. നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ സഹോദരവർഗങ്ങൾ, ബന്ധുക്കൾ എല്ലാവർക്കും ഒരനുഗ്രഹമാക്കി തീർക്കട്ടെ. നിൻ്റെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. മോളൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ ചുരുക്കമായി. ദൈവമേ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഈശോപാദമേ സ്തോത്രം. ഈ നല്ല മനോഹരമായ ദൈവമേ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എനിക്കിങ്ങനെ എന്റെ ദൈവം തന്ന സാക്ഷ്യം ദൈവമേ സ്തോത്രം കർത്താവെ പറയുവാൻ എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനെ നന്ദി പറയുന്നു. പ്രത്യേക ദൈവമേ സ്തോത്രം കർത്താവെ, ആന്റെ അങ്ങളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവർ ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായിട്ട് തീരണം നാഥ. കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരണം ദൈവമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ദൈവമേ സ്തോത്രം കർത്താവെ ജീവിതത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ ദൈവമേ, തകർച്ചയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവമേ, രോഗത്തിന്റെ ദൈവമേ സ്തോത്രം കർത്താവെ അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ദൈവമേ അവരെ ബലപ്പെടുത്തണം ദൈവമേ. മാനസികമായി അവിടുന്ന് അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുപ്പാ. ദൈവമേ, എന്റെ യേശുപ്പച്ചന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യരാൽ അസാധ്യം, എന്നാൽ എന്റെ ദൈവത്താൽ അത് സാധ്യമാകുന്നു ദൈവമേ സ്തോത്രം കർത്താവെ. മാനുഷികമായി ഉള്ള നിലയിൽ ദൈവമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ദൈവമേ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്റെ യേശുപ്പച്ചൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം കൃപ അവിടുന്ന് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ, കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തെ അവിടുന്ന് ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം കർത്താവെ. അവരുടെ ജീവിതത്തിന് ഒരു പുതുക്കം പ്രാപിപ്പാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ യേശുപ്പാ. ദൈവമേ, അടിന്റെ സാക്ഷ്യം അനേകർക്ക് അവിടുന്ന് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ യേശുപ്പാ. ദൈവമേ സ്തോത്രം കർത്താവെ. ദൈവമേ, ജോസി TV ചാനലിനെ എന്റെ യേശുപ്പച്ചനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവമേ സ്തോത്രം കർത്താവെ. ദൈവമേ, അനേകർക്ക് സാക്ഷ്യം പിന്നെയും ഒന്ന് പറയുവാൻ ദൈവമേ, മറ്റുള്ളവർ ദൈവത്തെ അറിയുവാൻ ഒരു മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുപ്പാ. ദൈവമേ, ചാനലിൽ അവിടുന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആന്റി അങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരും എന്റെ യേശുപ്പച്ചനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ദൈവമേ, പ്രാർത്ഥന എല്ലാം കേട്ട യേശുപ്പച്ച നാം തന്നെ. ആമേൻ.